ഒരു രോഗം വന്ന ആൾക്കാണ്. രോഗം എന്താ അത്? കാരണം അങ്ങനെ സുഖത്തില് സമൃദ്ധിയിൽ നിന്ന, എന്നാൽ ശ്രീബുദ്ധൻ മനസ്സിലായി ഇതൊന്നും എന്തല്ല, നത്തിങ് ഈസ് പെർമനന്റ്, എവരിത്തിങ് ഈസ് ഇംപെർമനന്റ്, ടെമ്പററി എന്ന് മനസ്സിലായോ അന്ന് തുടങ്ങി അതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായ എന്തുള്ളത് അന്വേഷണം. അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? രാത്രിക്ക് രാത്രി രക്ഷപ്പെടുകയാണ്. ആണോ അല്ലയോ? ഭഗവാൻ പറയുന്നു നിർവാണം പരമം സുഖം. നമ്മളീ കാണുന്നതും കേൾക്കുന്നതിന്റെ അപ്പുറത്തുണ്ട് ഒരു സുഖമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവട്ടെ, ഇതിലേക്കുള്ള ഒരു ശ്രദ്ധയാണ്. ഈ സന്ധ്യകളിൽ, ഈ എന്താണ് ജ്ഞാനസന്ധ്യകൾ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ജ്ഞാനസന്ധ്യകൾ ഉണ്ടോന്ന് തന്നെ അറിയില്ല. ഈ സന്ധ്യകളിൽ നമുക്കിങ്ങനെ കേൾക്കുന്നത്, പക്ഷെ ഇവിടെയൊക്കെ കാണുന്നത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താണ്? ഇത് ഒരു കുറച്ചും കൂടി ഒരു കുട്ടികളിലും യുവാക്കളും യുവതികളൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത്രയും നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് വേറെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നാളെ വരുന്ന ദിവസങ്ങളിൽ ഈ നാട്ടിൽ മുഴുവൻ സ്ഥലത്ത് നോട്ടീസ് എടുത്തു പോയാലും ഒരു കുട്ടിയെങ്കിലും നിങ്ങൾ ഇവിടെ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഞാനൊക്കെ ഈ കൗൺസിലിംഗ് മേഖലയിലും സൈക്കോളജി അതിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്തോരം പ്രശ്നങ്ങളാണെന്നറിയോ? വലിയ വലിയ വീടുകളിലും ചെറിയ ചെറിയ വീടുകളാവട്ടെ, വലിയ വലിയ കോഴ്സുകളാവട്ടെ, എന്ത് തന്നെ ആവട്ടെ, അവർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഈ പ്രഷർ, ഈ എന്താണ്, ഈ കുക്കർ പോലെയാണ്. കുക്കർ പോലത്തെ മനസ്സാണ്. ഇപ്പൊ അതിനകത്ത് എന്താ കുട്ട അപ്പൊ തന്നെ ഇഡലിയോ? നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, നമ്മളെ വീട്ടിലെ കുട്ടിക്കൊന്നും ഈ പ്രശ്നമൊന്നുമില്ലാന്ന്. കഴിഞ്ഞ ദിവസം ഒരു 50 കുട്ടികൾ ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുത്തു. വളരെ ചുരുങ്ങിയ സമയത്ത് ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുത്തു. അവര് ചെറിയൊരു തെറാപ്പിയിലേക്ക് കൊണ്ടുപോയി. അത്ര വരെ ഇങ്ങനെ DJ ഒക്കെ കളിച്ച് ഇങ്ങനെ അമർന്ന് ഇങ്ങനെ നടന്ന കുട്ടികള്, പിന്നെ ഞാൻ കണ്ടത് എന്താ അറിയോ? മുഴുവൻ കുട്ടികളും അലമുറയിട്ട് കാര്യമാണ്. ഇവരുടെയൊക്കെ പ്രശ്നം തുറന്ന്, കുറച്ച് കുട്ടികളൊക്കെ തുറന്ന് പറഞ്ഞു. അവരെ വീട്ടിലെ ചില ആൾക്കാർ ഓർമ്മിക്കുമ്പോൾ ചില എന്താണ് ബ്രേക്കപ്പ് ഇതൊക്കെ പറഞ്ഞു. അതൊക്കെ എപ്പോഴും ഉള്ളതാട്ടോ. ഡിഗ്രി ഫൈനൽ ഇയേഴ്സിനാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് +2 ഒരു ബ്രേക്കപ്പിന്റെ കാരണം ഇപ്പോഴും അവരിങ്ങനെ ഓർത്തോർത്ത് പല ആൾക്കാരും ആത്മഹത്യ പലതവണ ശ്രമിച്ച കഥയൊക്കെ പറഞ്ഞു. ഈ നമ്മളെ കുട്ടികളാട്ടോ, നമ്മളെ അടുത്തുള്ള ഓരോ വീടുകളിലെ കുട്ടികളിൽ അവരുടെയൊക്കെ വീട്ടിലെ സാഹചര്യം ഒന്നും മോശമല്ല. പക്ഷേ എങ്കിലും ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ ഇതുപോലുള്ള സത്സംഗങ്ങൾ അവർക്ക് കിട്ടുന്ന ധൈര്യം എത്രയായിരിക്കും എന്നറിയോ? അത് പറയാണ്. വിഷയത്തിലേക്ക് നമുക്ക് വരാം. വിഷയം നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നേ? എന്താണ്? ഗോവിന്ദം ഭജ. ഗോവിന്ദം ഭജ അല്ലെ? എന്താണ് ഭജ? ഗോവിന്ദം. അപ്പൊ നമ്മളെ മനസ്സിൽ ഓൾറെഡി ധരിച്ചു വെച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. എത്ര ആള് ഭജ ഗോവിന്ദം എന്ന് കേട്ടിട്ടുണ്ട്? കേൾക്കാത്തവർ എത്ര പേരുണ്ട്? ചോദ്യം. കേട്ടിട്ടുണ്ട്. ഇന്നത്തെ എല്ലാവരും ചോദിച്ചാൽ ഇതന്നെ പറയും. പക്ഷെ ഇത് എങ്ങനെ കേട്ടു, എത്രമാത്രം കേട്ടു, ഏതൊക്കെ രീതിയിൽ തന്നെ കേൾക്കേണ്ട രീതിയിൽ കേട്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അവിടെ ഒരിക്കലേ നമ്മളെ എല്ലാവർക്കും ഇവിടെ അത് എത്രമാത്രം അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഒരിക്കലും ഒരു മാനേജ്മെന്റ് ഗുരു ക്ലാസ്സിലേക്ക് വരികയാണ്. ഒരു MBA പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, പ്രൊഫസർ ഹു എൻറ്റേഴ്സ് ഇൻ എ ക്ലാസ്. അദ്ദേഹം ഒരു വലിയൊരു ജാറുമായിട്ടാണ് വന്നേ. ഇത് ചിലപ്പോൾ കേട്ടാളുണ്ടാവും. അത് നല്ല പ്രസക്തമാണ് തോന്നുന്നുകൊണ്ടാണ്. ഒരു വലിയ ജാറുമായിട്ട് അദ്ദേഹം ക്ലാസ്സിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പറയാം, കുറെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയും. കുറെ ഇതുണ്ട്. അദ്ദേഹം
ഇത് ഈ വലിയ ജാറ് കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് എന്താ, ഇതിന് ഫുൾ ആണോ എം ടി ആണോ? നിങ്ങൾ പറയൂ. എം ടി ആണ്. ഇതിനകത്തൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. അദ്ദേഹം തന്റെ കയ്യിലുള്ള കുറെ വലിയ വലിയ കല്ലുകളുണ്ട്. ആ കല്ലുകളൊക്കെ എന്ത് ചെയ്തു? ഇതിന്റെ അകത്തേക്ക് ഇട്ടു. എന്റെ കൂടെ വരുന്നുണ്ടോ? അപ്പൊ ഈ കല്ലുകളൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ചോദിച്ചു, ഇപ്പൊ ഇത് ഫുള്ളാണോ? ഫുള്ളാണോ? ഫുള്ളാണ്. കുറെ ആൾ പറഞ്ഞു ഫുള്ളാണ്. അപ്പൊ എന്നിട്ട് അപ്പോ അദ്ദേഹം വേറെ കുറെ സാധനം എടുത്തു, കുറെ പെബിൾസ് എടുത്തു, ചെറിയ ചെറിയ കല്ലെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വലിയ കല്ലിട്ട എന്റെ ജാറിനകത്ത് എന്ത് ചെയ്തു? കുറെ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഇട്ടു. അതിനകത്ത് അത് കൊണ്ടു. രണ്ടാമതും ചോദിച്ചു, ഇപ്പം ചോദിച്ചു, എന്താണ്, ഇപ്പൊ ഫുള്ളാണോ എം ടി ആണോ? നിങ്ങൾ എന്താ പറയാ? കുറച്ചും കൂടി കൊള്ളുന്നു. അപ്പൊ അദ്ദേഹം കുറെ മണലെടുത്തു, കുറെ പൂഴി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ടു. ഇപ്പം ചോദിച്ചു, ഇപ്പൊ ഫുള്ളാണോ? നിനക്കൊരു സംശയല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കുറെ വെള്ളം എടുത്ത് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ഉണ്ട്. അദ്ദേഹം ചോദിച്ചു, വാട്ട് യു ലേൺ ഫ്രം ദിസ്? നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത്? കുട്ടികൾ പറഞ്ഞു, എത്ര തിരക്കാണെങ്കിലും സത്സംഗത്തിൽ വരാൻ സമയം കിട്ടും. എത്ര തിരക്കാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അത്യാവശ്യമുണ്ടെങ്കിൽ സമയം കിട്ടും. ആണല്ലയോ? ഒരു കുട്ടി പറഞ്ഞു. നല്ല തിരക്കുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. എനിക്ക് 100% ഉറപ്പാണ്. സുരേഷ് ജിയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഗുരുസ്വാമി അവിടെ പോയിട്ട് ഇപ്പൊ അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 100 കണക്കിന് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, ഉറപ്പ്. ഇത്രയൊന്നും തിരക്കില്ലാത്ത ആൾക്കാരാണ് ഈ പുറത്ത് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അവർ പല പല ചെയ്യുന്നുണ്ടാവും കേട്ടോ. തിരക്കില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ സത്സംഗത്തിന് ഏറ്റവും തിരക്കുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, ഉറപ്പാണ്. നമ്മൾ പല സമയത്തും പല ആൾക്കാരും ചോദിച്ചപ്പോൾ അവർ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, കാരണം കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജിയുടെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റും. ഒരു ജഡ്ജി നമ്മളെ സാറോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇത് പറയൂട്ടോ അദ്ദേഹത്തിന്റെ എനിക്കും ആശംസ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പൊ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് സ്ഥിരമായിട്ട് ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ഇടക്കിടക്ക് ഞാൻ ആറ്റുകാലിലും ഒക്കെ ഞാൻ പോകും. ഹൗ ഡു യു ഫൈൻഡ് ടൈം വിത്ത് വെരി ബിസി ഷെഡ്യൂൾ? നമുക്കറിയാം, ഒരു സാധാരണ ചെറിയ വക്കീലാണെന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജി ആകുമ്പോൾ എങ്ങനെ സമയം കിട്ടുന്നു സാറേ. അപ്പൊ എന്നോട് പറയണം, എത്ര സമയമുണ്ട് നമുക്ക് പോവാൻ? വിചാരാണ് വേണ്ടത്. എന്താ വേണ്ടതേ? നമുക്ക് ഈ കടലായി കൃഷ്ണന്റെ അടുത്ത് പോയിട്ടൊന്ന് തൊഴാൻ സമയമില്ല എന്ന് സമയമുണ്ട് വിചാരിച്ചാലേ ആ ചിന്തയാണ് ആവശ്യം. അങ്ങനെ പക്ഷെ ഇദ്ദേഹം പറഞ്ഞ തെറ്റാണ്. നിങ്ങൾ പറഞ്ഞ തെറ്റാണ് കുട്ടികളെ, നിങ്ങൾ ഈ പറഞ്ഞ തെറ്റാണ്. ഇതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യം ഈ വലിയ കല്ലിട്ടിട്ടില്ലായിരുന്നു എങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല? ചെറുതൊന്നും, അതായത് വലിയ കല്ല് ആദ്യം ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ വലിയ കല്ല് പിന്നെ ഇടാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം ആദ്യം പൂഴിയാണ് ഇട്ട് വിചാരിക്കാം, പിന്നെ വലിയ കല്ലിടാൻ പറ്റുമോ? ചെറിയ കല്ലിട്ട് നിറഞ്ഞു വിചാരിക്കാം, പിന്നെ വലിയ കല്ലിടാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ വലിയ കല്ലാണ് ഏത്? ഭഗവാൻ. നമ്മൾ ആദ്യം വി ഹാവ് ടു ഗിവ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിന് കൊടുക്കണം? ഭഗവാനിൽ കൊടുക്കണം. ഒന്നാമത്തെ പ്രയോറിറ്റി. ബാക്കി പിന്നെ എന്തൊക്കെ ചെയ്തോളൂ, ബാക്കി വരുന്ന കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ആദ്യം ഏതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം? ഭഗവാന്, ദൈവത്തിന്, നമ്മുടെ ഈശ്വരനെ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്തിട്ട് എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റി ബേസ്ഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഭജഗോവിന്ദത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഗോവിന്ദം ഭജ എന്ന് ചിന്തിക്കുന്നത്, എന്തിനാണ് ഗോവിന്ദനെ ഭജിക്കുന്നത്. നാരായണ 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 നാരായണ. ഒരു മിനിറ്റ് ഒന്ന് നാരായണ നാമം ചൊല്ലാൻ പറ്റും? നാരായണ 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 നാരായണ.
നാരായണ 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 അഖില ഗുരു. അപ്പൊ ഒന്നാമത്തെ ഏറ്റവും നമ്മള് ഒന്നാമത് വെക്കേണ്ടത് ഭഗവാനെയാണ്. ഇപ്പൊ ഗോവിന്ദ ഭജനം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരാണ്, എന്തിനാണ് ഈ ഗോവിന്ദനെ ഭജിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും എന്താണ്, ഒരു ചിന്താശക്തി ഉള്ളവരാണ് അല്ലെ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ചിന്താശക്തി ഉള്ളവനാണ്. വലിയ ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മനുഷ്യന് ഈ വിശേഷ ബുദ്ധിയാണ് മനുഷ്യൻ എന്തേക്കുന്നേ, ഈ കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്കുള്ള നമ്മുടെ ഒരു ശ്രദ്ധ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു വിശേഷ ബുദ്ധി. ബാക്കിയെല്ലാം നമുക്ക് കോമൺ ആണ്. അപ്പൊ ഈ വിശേഷ ബുദ്ധിയിൽ നമ്മൾ ഏതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് രീതിയിൽ കാണണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെയൊക്കെയാണ് കുട്ടികൾ എന്ന് വരുന്നില്ല തോന്നുന്നത്. എന്തുകൊണ്ട് യുവജനങ്ങൾ വരുന്നില്ല പറഞ്ഞാൽ അവർ ബുദ്ധിയില്ലാത്തതുകൊണ്ടോ മോശക്കാരായിട്ടോ, അവര് ദേ ആർ വെരി ബ്രില്യൻറ്റ്, ദേ ആർ വെരി ലോജിക്കൽ. പക്ഷെ നമുക്ക് അവരെയൊക്കെ ഏത് രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് എവിടെയോ ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. അല്ലാണ്ട് അവരത്ര മോശക്കാരായിട്ടൊന്നല്ല കേട്ടോ, ഗംഭീരാണ് ഇന്നത്തെ പിള്ളേര്. 10 തലയുള്ള ആൾക്കാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. പക്ഷെ നമുക്ക് അവരെ ഏത് രീതിയിലേക്ക് ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അറിയായിട്ടേല് നമുക്കതിൻ്റെ ഒരു ശേഷിയോ ശേമുഷിയോ നമുക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏത് രീതിയിലേക്ക് ആ ഭഗവാനെ കൊണ്ടുവരണം എന്ന് വയ്ക്കുമ്പോൾ എന്തിനാണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളത് ഒരു പ്രധാന ഘടകം. അപ്പം നമ്മൾ പണ്ടേ കേട്ടൊരു കഥയുണ്ടാവും. എന്താണത്? ഒരിക്കലും ഒരു വഞ്ചിക്കാരൻ ചോദിക്കുകയാണ് അല്ലെ, വഞ്ചിക്കാരനോട് വലിയൊരു പത്രാസുള്ള ഒരാൾ ചോദിക്കുന്നു പറയാം. അയാളോട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ ചോദിക്കുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല സാറേ. നിങ്ങൾക്ക് ഈ ഓഷ്യോണോളജി അറിയോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിയില്ല. എനിക്ക് ജോഗ്രഫി അറിയോ ചോദിച്ചു. അപ്പൊ ഓരോ സമയം അയാൾ പറഞ്ഞു, നിങ്ങളെ പകുതി കാൽഭാഗം പോയി, നിങ്ങളെ മുക്കാ ഭാഗം പോയി. അവസാനമാണ് എന്ത് വരുന്നേ, ആ കടലാകെ പ്രശ്നമായി, തോണിയാകെ മറിയാൻ നോക്കുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് സിമ്മോളജി അറിയോ, സ്വിമ്മിങ് അറിയാൻ ചോദിക്കുകയാണ്. അപ്പൊ അത് അറിയില്ല. അപ്പൊ അയാൾ പറയണതാണ്, ഈ കടത്തുകാരൻ ഒന്നും അറിയാത്തില്ല എന്ന് വിചാരിക്കുന്ന കടത്തുകാരൻ പറഞ്ഞതാണ്, നിങ്ങളെ ഫുള്ളും പോയി. അയാൾ അപ്പൊ തന്നെ ബോട്ടിൽ നിന്ന് ചാടി. അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടതിന് നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇഹ ചേത് അവേദീത് അധ സത്യമസ്തി ന ചേദിഹാവേദീത് മഹദീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാ പ്രേത്യസ്മാൻ ലോകാൻ അമൃതാ ഭവന്തി. കേനോപനിഷത്താണ്. ഭഗവാൻ പറയും എന്താണ്, ഈ ലോകത്ത് ഇവിടുന്ന് വിട്ടു പോകുന്നതിന് മുമ്പേ അറിയേണ്ടതിനെ അറിയണം. ഇഹ ചേത് അവേധീത് അധ, ഈ സത്യത്തെ അറിയുന്നില്ലെങ്കിൽ എന്താണിത്, മഹദീവിനഷ്ടി, ഇതിനേക്കാളും ഒരു നഷ്ടം വരാനില്ല എന്ന് പറഞ്ഞത്. ആ നഷ്ടാണോ ലാഭാണോ ഇത് വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഈ ഭജഗോവിന്ദം തുടങ്ങുന്ന തന്നെ ഒരു രസകരമായിട്ടുള്ളൊരു ഇതാണ്. ഭജഗോവിന്ദം എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് പറയും. അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത് ഭജഗോവിന്ദം ഫുള്ളല്ല. എന്തിനാണ് ഗോവിന്ദൻ, ആരാണ് ഗോവിന്ദൻ, എന്തിനു നമ്മൾ ഭജിക്കണം, ഇത് തന്നെയാണ് നമ്മുടെ ചിന്തകൾ. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വീട്ടിലെത്തുന്നവരേക്കും ആ ഭജിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നു എങ്കിൽ ഈ പ്രഭാഷണം കൊണ്ടൊന്നും കാര്യമുണ്ട്. കാരണം ഒരിക്കലേ ആ കഥ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇതായിട്ട് പറയുന്നു. ഭഗവാൻ ശങ്കരാചാര്യനും തന്റെ 14 ശിഷ്യന്മാരും കാശിയിലൂടെ ആ തീരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു വളരെ വയസ്സായിട്ടുള്ള ഒരു വൃദ്ധൻ എന്ത് ചെയ്യുന്നു, ഒരു പാണനീയ ധാതു പാഠം ഇങ്ങനെ ഉരുവിട്ടുകയാണ്. ഒരു 90 വയസ്സായ ഒരാള് ഗുണോഷ്ടപട്ടിക ചൊല്ലുന്നു വിചാരിക്കാം. എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ A for ആപ്പിൾ, B for ഇങ്ങനെ പഠിക്കുന്നു വിചാരിക്കാം.
ഈ ഒരു 90 വയസ്സായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരാൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ, അദ്ദേഹത്തിന് എന്താണ് എന്ന് കിട്ടുക എന്ന് ചോദിച്ചാൽ കാണുന്നവർക്ക് അത്ര ഒരു സുഖം തോന്നില്ല. ആണോ അല്ലയോ? ആണോ അല്ലേ? അദ്ദേഹത്തിന് അതിനെ കൊണ്ട് കാര്യം ഉണ്ടാവും. ഈ ശങ്കരാചാര്യ ഭഗവത് പാദര് എന്താണ് പറഞ്ഞത്? അവിടെ അദ്ദേഹത്തിന് കുറച്ച് ശകാരിക്കുകയാണ്. ഭഗവാൻ പറയുന്നു, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പിന്നെ ലക്ഷ്യത്തെ കുറിച്ച് പറയാം. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്യകരണേ ഭജ ഗോവിന്ദം. ഹേ മൂഢമതേ എന്ന് ചോദിച്ചു. അത് നമുക്ക് ഇഷ്ടമുള്ള ടേമാണല്ലേ. ചിന്മേന്റെ സ്വാമിജി പറയും, ഞാൻ ഒരു ഈശ്വര സ്വരൂപികളെ എന്ന് വിളിച്ചു. ആരും കേട്ട ഭാവം തന്നെ വെച്ചില്ല. ആത്മബന്ധുക്കളെ വിളിച്ചു. എന്ത് ആത്മബന്ധു? എന്ത് ആത്മ? ഹേ മൂടാന്ന് വിളിച്ചു. ആരടാ? ആരുടെ വിളിച്ചേ? ഇത്രയും ഗംഭീരായിട്ടുള്ള എന്നെ ഞാൻ ആരെന്ന് റിട്ടയർ ആയ ഏതാന്നറിയോ? എന്റെ സ്വത്തറിയോ? എന്റെ വണ്ടി അറിയോ? ഞാൻ എന്റെ മക്കളെ അറിയോ? ഒരു ഗുണമൊന്നുമില്ല, ഗൾഫിലാന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. വീട്ടില് വിളിക്കലെന്നില്ല, എന്നാലും വലിയ പവറാണ്. അവൾ കാനഡയിലാണ്, ഇവള് ദുബായിലാണ് എന്നൊക്കെ പറയാനുണ്ട്. മലയാളികളുടെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ. എത്ര വീട്ടിലറിയോ ഈ ചോറ്റും ഈ കിണർ പോലത്തെ ഒരു പാത്രമായിട്ട് ഇങ്ങനെ ആൾക്കാർ വരും. ഏത് വേലക്കാരനും പിന്നെ അവിടെ ഒരു പട്ടി ഉണ്ടാവും, 2 വലിയ വീട് നോക്കുന്ന 2 ആൾക്കാരുണ്ടാവും. അപ്പുറത്തെ വീടും നോക്കണം ഇടക്ക്. പ്രസവിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സ്നേഹം വരുന്ന അച്ഛനോടും അമ്മയോടും മാത്രം. ആ സമയത്ത് പ്രസവിക്കാൻ മോളോ അല്ലെ ഭാര്യന്റെ ഭർത്താവ് എന്താണ് മകളുടെ ഭർത്താവ് പ്രസവിക്കാൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രം എന്താണ് ഒരു സ്നേഹം വരും. ആ സമയത്ത് എന്തൊരു സ്നേഹം അറിയാം അമ്മയോട്. അമ്മേ വാ അമ്മേ, തണുപ്പൊന്നും സാരൂല, സെക്ടർ ഇല്ലേ. അത് കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പായിട്ടാ, ഇപ്പൊ പോയിക്കോ. തണുപ്പെല്ലാം പോയിനപ്പോ, എന്നാലും കുറച്ച് നിക്കണമെന്നുണ്ട്. അത്രയാവില്ല. കാര്യത്തിന് വേണ്ടി മാത്രം. എല്ലാരും അല്ല, പല ആൾക്കാർ. നമ്മളാണ് അതിന്റെ കാര്യക്കാർ. എന്തുകൊണ്ടാ? പണ്ടേ മക്കളോട് പറഞ്ഞു, നീ നിന്റെ കാര്യം മാത്രം നോക്കുന്നു. ആണല്ലയോ? അപ്പുറത്തെ എന്തെങ്കിലും ഒരു പെൻസിൽ കൊടുത്ത അപ്പം തന്നെ ദേഷ്യം. നീ എന്തിനാ? അതെന്തിനാ? നീ നിന്റെ കാര്യം മാത്രം നോക്ക്, നീ നിന്റെ കാര്യം മാത്രം നോക്ക് എന്ന് പറഞ്ഞ് എന്തായി അവൻ അവന്റെ കാര്യം മാത്രം നോക്കി. ഇപ്പൊ എന്താണ് വൃദ്ധസദനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ആരാ? എവിടെയാ? പഠിക്കണം. അവിടെ എപ്പോഴെല്ലാം തയ്യാറാക്കി വെച്ചോട്ടാ. ഭജ ഗോവിന്ദം. അവിടെ പോലും സന്തോഷായിരിക്കണ്ടെങ്കിൽ ഒറ്റ സാധനേ ഉള്ളൂ. ഇതാണ് ഗോവിന്ദ ഭജനം. പറയുന്നു, സംപ്രാപ്തേ സന്നിഹിതേ കാലേ. ആസന്നമായിരിക്കുന്ന ഒന്നുണ്ട് നമുക്കെല്ലാം. എന്താണത്? മരണം. ജാതസ്യ ധ്രുവോർ മൃത്യോ ധ്രുവം ജന്മ മൃതസ്യത തസ്മാത് അപരിഹരിഹാർത്തോ നത്വം ശോചിതും അർഹസി. ഭഗവാൻ തന്നെ പറയണ എന്താണ്? ജനിച്ചാൽ എന്തുണ്ട്? ഒരു കാര്യം ജ്യോത്സ്യരന്നെ അടുത്തിരിക്കുന്നുണ്ട്. ജ്യോത്സ്യർ കണ്ണം പൂട്ടി പറയാം നീ ചാവുന്നു അല്ലെ. ഏതാണ് മുമ്പിൽ വന്നാലും പറയാം. ഒരു ദിവസം ഉറപ്പായിട്ടും 100% ഒരു ജ്യോത്സ്യൻ ഇങ്ങനെ എഴുതി വെച്ചു. എന്താ കുട്ടി ആണാണോ പെണ്ണാണോ ആവുക? ആദ്യത്തെ കുട്ടി എന്താ ചോദിച്ചു? ആദ്യത്തെ ആണാണ്. ജ്യോത്സ്യൻ ഭയങ്കര സ്നേഹത്തിൽ പറഞ്ഞു ഇത് പെണ്ണായിരിക്കും, കുഴപ്പമില്ല. അയാൾ വളരെ സന്തോഷിച്ചിട്ട് പോയി. പിന്നെ ഒരു ദിവസം ജ്യോത്സ്യനെ കാണാൻ തെറി വിളിച്ചോണ്ടേ വരുന്നത്, ദേഷ്യം പിടിച്ചോണ്ടേ വരുന്നത്. 2ാമത്തെ ആണിനെയായിരുന്നു. ജ്യോത്സ്യൻ നല്ല ബുദ്ധിമാനായി, നമ്മളെ ജ്യോത്സ്യരല്ലേ, അപ്പൊ നല്ല ജ്യോത്സ്യൻ ബുദ്ധിമാനായിട്ടുള്ള ജ്യോത്സ്യനായിരുന്നു. ജ്യോത്സ്യൻ അന്നേരം നിന്നോട് എങ്ങനെ അന്നേരം ആകെ പ്രസവം ആ സമയത്തല്ലേ, ഞാൻ അന്നേരം ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ആണാന്നുള്ളത് കാണിച്ചു കൊടുത്തു. നീ ആണായിരിക്കും അറിയാം. നിന്നെ അന്നേരം എന്താണ് ആ ടെൻഷനിൽ നിന്റെ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കേണ്ട വെച്ചിട്ടല്ലേ. നമ്മൾ ജ്യോത്സ്യക്കാരിലെ നല്ല ആൾക്കാരാണ്. എങ്ങനെയാവണം? അവര് നല്ല കൗൺസിലേഴ്സും കൂടി ആവണം. അവർ നല്ല കൗൺസിലേഴ്സ് ആണ്. പക്ഷെ എവിടെയോ നമ്മളുടെ ഒരു ഈ ജ്യോത്സ്യർ, നല്ല ജ്യോത്സ്യർ ഒത്തിരി പേരുണ്ട്.
പക്ഷെ അവരൊക്കെ ഈ ആൾക്കാർ തന്നെ ചോദിക്കുന്നത് എന്താ അറിയോ, ഇവരോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ ഈ നമ്മളെ ഇമോഷണലായിട്ട് അത്രയും താണ് നിൽക്കുവാണ്. ഒന്നിൽ ശക്തമായിട്ട് പിടിക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടോ? എത്ര പേര് ക്ഷേത്രത്തില് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് പോകുന്നു? ക്ഷേത്രങ്ങൾ അങ്ങനെ ഈ ലാഭത്തിന്റെ കച്ചവടത്തിന്റെ സ്ഥലം എന്നല്ലല്ലോ. എന്താണ് ക്ഷേത്രം എന്ന് പോലും നമുക്ക് എത്രയോ അറിഞ്ഞിട്ട് പോലും നമുക്ക് അവിടെ അറിയുന്നില്ല. ഇത് ക്ഷേത്രത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇവിടെ ഇപ്പം നടക്കുന്നത്. നോക്കൂ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, മരണസമയത്ത് നിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? നഹി നഹി രക്ഷതി, നിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നിനും രക്ഷിക്കാൻ പറ്റില്ലടോ. ഈ ഡുഗ്രിഞ്ഞ് കരണേ, നീ ചൊല്ലുന്ന ഈ ഡുഗ്രിഞ്ഞ് കരണേ എന്ന് പറയുമ്പോൾ ഓൾ ദ ഫിസിക്കൽ മെറ്റീരിയൽസ്, ഈ ഒരു വാക്കിനെ കൊണ്ട് ഭഗവാൻ അർത്ഥാക്കിയത് നീ ഉണ്ടാക്കിയെടുത്ത എല്ലാ കാര്യങ്ങളും, ഡിഗ്രി ആവട്ടെ, ആദ്യം തന്നെ ഭഗവാൻ എന്തിനാ അടിച്ചറിയോ? ഇതിന്റെ നോളജിനെയാണ്, അറിവിനെയാണ്. നമ്മളെന്താ പറയാ, അറിവുണ്ടായ എല്ലായി ആണോ അല്ലയോ? എനിക്ക് കുറെ ശ്ലോകം അറിയാം, എനിക്ക് കുറെ ഞാൻ നാരായണീയം പഠിച്ചിട്ടുണ്ട്, ഭാഗവതം പഠിച്ചിട്ടുണ്ട്, ഭഗവത്ഗീത 5-6 ശ്ലോകം അറിയാം, വിഷ്ണു സഹസ്രനാമം തെറ്റിയിട്ട് ചൊല്ലലുണ്ട്, ലളിത സഹസ്രനാമം എങ്ങനെയല്ലോ ചൊല്ലലുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ ഒരു 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 ഭയങ്കര ഇതൊക്കെ പറയുന്ന ആൾക്കാർ. ഇതിനൊന്നും തന്നെ അടിച്ച അടിയാണ്. 33 PhD ഉള്ള ആളായിരുന്നു, അതീവ ലാളിത്യത്തിന്റെ ഉടമയായ നമ്മുടെ 12ാമത്തെ നമ്മളെ അബുൽ ഫക്കീർ ജലലുദ്ദീൻ അബ്ദുൽ കലാം എന്ന് പറയുന്ന എന്താണ് ഒരു ഋഷി തുല്യനായിട്ടുള്ള ആ മനുഷ്യൻ. എത്രയോ പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നും വളരെ വളരെ എന്താണ് പൂവിട്ട് പൂജിക്കുകയാണ്. നിങ്ങൾ ധനുഷ്കോടി വരുന്ന, രാമേശ്വരം വരുന്ന വഴിക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ പൂവിട്ടിട്ട് പൂജിക്കുക. ആ അദ്ദേഹത്തിന്റെ ലാളിത്യം, ആ അറിവിന്റെ, അദ്ദേഹത്തിനൊക്കെ ആ ഒരു നല്ല വിചാരം ഉണ്ടായിരുന്നു. കാരണം എന്താ അറിയോ, ഈ അദ്ദേഹത്തിന് പൈലറ്റ് ആവാൻ വേണ്ടി 7 ആൾക്കാരിൽ അദ്ദേഹം റിജക്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ മോഹമായിരുന്നു. അദ്ദേഹം അവിടുന്ന് പോയത് കയറെടുക്കാനല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കാനല്ല. അദ്ദേഹം നേരെ എവിടത്തേക്കാ പോയെന്നറിയോ? ശിവാനന്ദ സ്വാമിജിന്റെ അടുത്താ, ഋഷികേശിലേക്ക് പോയി അദ്ദേഹം സ്വാമിജിന്റെ ഒരു ശിഷ്യനായിട്ട് മാറാം. അത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് പിന്നെ അദ്ദേഹം ചെയ്യുന്നേ, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വളർച്ച, ഒരു സെക്കൻഡ് ഫേസ് വരുന്നത്. കാരണം ആധ്യാത്മികതയിലുള്ള ഒരു അടിയുറച്ച ഒരു അറിവും ഒരു ജ്ഞാനവും വരുമ്പോഴേ ഇത് പൂർണ്ണമാവും. സംപ്രാപ്തേ, ഈ നീ ഉണ്ടാക്കുന്ന എല്ലാ നേട്ടങ്ങളും എന്തില്ല, ഇത് നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഒന്നാമത്തെ വെട്ടലാണ്. എന്താ വെട്ടുന്നേ? ഈ അറിവിനെയാ വെട്ടുന്നേ. ഈ അറിവ് ഏതറിവാവണം? 2 തരം അറിവുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പറയും, എന്താണ്? പരാവിദ്യയും അപരാവിദ്യയുണ്ട്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിൽ എന്താണ്, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് എന്താണ് 10,000 എന്താണ് ഒരു അരനൊടി മാത്രമാണ്. എന്നാൽ അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ ഒരനൊടി 1000 ആണ്ട് പോലെ തോന്നുന്നതാണ് പറയുന്നത്. ആണോ അല്ലയോ? പരയും അപരയും ഉണ്ട്. പര എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് നോളജാണ്, സുപ്രീം നോളജാണ്. എന്നാൽ ഇൻഫീരിയർ നോളജാണ് ഏത്? അപരാവിദ്യകൾ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഉപനിഷത്ത് പഠിച്ചു എന്ന് പറഞ്ഞാൽ, പുസ്തകം പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താണത്? അതുപോലെ എന്താണ്? അപരാവിദ്യ എന്ന് പറയാം. നാരായണൻ ചൊല്ലാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് നമ്മൾ അനുഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഈ നോളജൊക്കെ എന്താണ്? അപരാവിദ്യ. അപരാവിദ്യ, പരാവിദ്യ നമ്മൾക്കുള്ള ആ അനുഭവത്തിലേക്ക് അവരങ്ങനെ അതിലേക്ക് അങ്ങനെ ആഴിഞ്ഞ് എന്താണ് ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവത്തിൽ തുടങ്ങി സുഖത്തിൽ അവസാനിക്കുക. ഏത്? ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം.
ദൈവത്തിൽ തുടങ്ങിയാൽ മാത്രമേ സുഖത്തിൽ അവസാനിക്കാൻ സാധിക്കുള്ളൂ. അതായത് ഈ അറിവ് കൃത്യമായിട്ട് ഈ പരാവിദ്യ നമ്മൾ അറിയുമ്പോൾ എന്താവുന്നു, അത് നമുക്ക് അത് അത്രമാത്രം നിൽക്കുകയാണ്. അപ്പൊ ജീവിത ലക്ഷ്യത്തെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം പറയുന്നത്. എന്താ ജീവിത ലക്ഷ്യം? എന്തായിരിക്കണം? എന്തായിരിക്കണം? ഭജ ഗോവിന്ദം. ഗോവിന്ദം ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ എന്താ ഈ എന്തിനാണ് ഗോവിന്ദനെ ഭജിക്കുന്നത് ചോദിച്ചാൽ എന്താണ്? ഈ ശരീരം ഉള്ളത് കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നേ? ആണോ? അല്ല. ഏതാണ് ഒരു ശിവം പോയാൽ ശവമായി എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ആണല്ലോ. ഒരു ശവവും ശിവവും എന്താണ്? ശവത്തിനും ഒരു ജീവനുള്ളത് നമ്മൾ എന്താ വ്യത്യാസം ഉള്ളത്? ഒരു ചെറിയൊരു അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ എന്തോ ഒരു ഇതില്ല. ഉണ്ടോ അല്ലയോ? ചൈതന്യമില്ല. ഒരു ചൈതന്യം. അതാണ് എന്തുള്ളത്? ശക്തി, പ്രാണൻ. അപ്പൊ പറയുന്ന അപ്പൊ പ്രാണനാണോ? ഉപനിഷത്ത് പറയും ന പ്രാണേന അപാനേന മർത്യോ ജീവതി കശ്ചിതേന ഇതരേണതു ജീവന്തി യസ്മിൻ ഏതാ ഉപാസിതോ. ഈ പ്രാണനോ അപാനോ വ്യാനോ ഉദാനോ സമാനോ അതിലല്ല, അതിനെയും സാക്ഷിയാക്കിയിട്ട് എന്തോ ഒരു സാധനം ഉണ്ട്. ആണോ അല്ലയോ? ഒരു കുട്ടീനെ എടുത്തിട്ട് ഡോക്ടർമാർ ഇവിടെ ഇല്ലേ? ഡോക്ടർമാര് കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ താഴ്ത്തി രണ്ടടി അടിക്കുന്നതാണോ കുട്ടിക്ക് ജീവൻ വരുന്നേ? ആണോ? ആണോ? ഒരു കറുത്ത നേഴ്സ് ഇങ്ങനെ അടിക്കുന്നതാണോ? കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ കാലടിക്കുന്നതാണോ? വെറുതെ പറഞ്ഞ കറുത്ത നേഴ്സ് നല്ലതന്നെ, നല്ലതന്നെ. ശ്രദ്ധയുണ്ടോ നോക്കാൻ വേണ്ടി ആണോ? അതിന്റെ അകത്ത് എന്തോ ഒരു സാധനം ഉണ്ട്. അതാണ് ഏതുള്ളത്? അതിനെ ഭജിക്കുന്ന പറയുന്നത്. അല്ലാതെ ഈ പ്രാണേന അപാനേന എന്താണ് ഈ മർത്യോ ജീവതി, ആ മർത്യ ജീവൻ അതെല്ലാം കൊടുക്കുക. അതിനും സാക്ഷിയായിട്ടൊന്നുണ്ട്. എന്നാൽ ഈ ജീവൻ ഈ ഭഗവാനെ എന്തിനാണ് ഭഗവാൻ എന്ന് ചോദിച്ചാൽ എന്താണ്? എന്താണോ നമ്മളെ നിലനിർത്തുന്നത് അതാണ് ഗോവിന്ദൻ. എന്താണോ എന്നെ ഈ വർത്താനം പറയിക്കാനോ ഈ പ്രഭാഷണം നടത്താനോ ഏതാണോ നിങ്ങളെ കേൾക്കാനോ ഇവിടെ നമ്മളെ നിലനിർത്തുന്നത് അതാണ് ഇത് ഭഗവാൻ, ഗോവിന്ദൻ. കാരണം ഇല്ലെങ്കിൽ ഈ ശരീരം എന്ന് പറയുന്നത് ആ പഞ്ച വസ്തുക്കളായിട്ട് തിരിഞ്ഞു പോകും. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? വീണ്ടും താഴ്ത്തിക്ക് അങ്ങനെ പോകും. അല്ലെങ്കിൽ എന്താണ് ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എവിടെയാ? എല്ലാത്തിൻ്റെയും സർവത്തിൻ്റെയും എന്താണ് നാഥനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതങ്ങനെ പറയുന്നതാണ് പിതാഹമസ്യ ജഗതോ മാതാ ദാദാ പിതാമഹ വേദ്യം പവിത്രമോങ്കാരം ഋക് സാമ യജു. പിതാഹമസ്യ ജഗതോ, ഈ പിതാവും മാതാ ദാദാ പിതാമഹ വേദ്യം പവിത്രമോങ്കാരം. നോക്കൂ, ഈ വിശ്വത്തിന് അതുകൊണ്ടാണ് നമ്മളെന്ന് പറഞ്ഞേ ഈ ഭഗവാനാണ് എന്തുള്ളത്? ഈ വിശ്വത്തിന്റെ മുഴുവൻ ആധാരം, ഈ യൂണിവേഴ്സിന്റെയും എല്ലാത്തിൻ്റെയും ആധാരം ഏതാണ്? ഗോവിന്ദനാണ്. എന്തുകൊണ്ട് ഗോവിന്ദൻ എന്നുള്ളതാണ് നമ്മൾ അറിയണമല്ലോ. അറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് അത് ആചാരമാവുന്നത്. ഇന്ന് പലതും എന്താണ്, കഴിഞ്ഞ ദിവസം ഒരു തെയ്യം കാണാൻ പോയി. തെയ്യം ഇടക്ക് പെട്ടെന്ന് കൊട്ടുകാരൻ എന്തായി, ഇന്നലെ പോയ മറ്റേ പഞ്ചാരി മത്സര കൊട്ട കൂട്ടി ടക്ക് ടക്ക് അല്ലെ, ആ തെയ്യം ആ ഒരു മോഡലിൽ തുള്ളാൻ തുടങ്ങി. മഴ മറന്നുപോയി. ഈ പിള്ളറിനാണ് പഞ്ചാരി മത്സരത്തിന് ഘോഷയാത്രക്കും പോന്നെ. ഘോഷയാത്രേന്റെ മൂഡ് വന്നുപോയി പെട്ടെന്ന്. ആകെ തെയ്യം എന്താ ടോക്കറ്റിൽ കൺഫ്യൂഷനായി. എന്തായാലും ആടലിനെ അവൻ നല്ല DJ ക്കെല്ലാം പോകുന്ന ആളാ തെയ്യക്കാരൻ. അപ്പൊ അവൻ നല്ല അടിപൊളിയായിട്ടാണ് തെയ്യത്തിന്റെ സ്റ്റെപ്പേ മറന്നുപോയി. അപ്പൊ അതല്ല ആചാരം എന്ന് പറയുന്നത്. അറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് അത് ആചാരമാവുന്നത്. പലപ്പോഴും എന്താ അറിയോ, അനാചാരങ്ങൾ എത്രയാ കാണുന്നത്. ആണോ അല്ലയോ?
ഒരു ധൈര്യവും ഇല്ല. ഇങ്ങനെ ആൾക്കാർ ആരോ പറയുന്ന പോലെ ഇങ്ങനെ കേട്ട് പേടിച്ചോണ്ടിട്ട് ഇങ്ങനെ ഓടുന്ന ആൾക്കാർ, അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാർ പേടി കൊണ്ട് പോകുന്നവരാ, ഭയം കൊണ്ടാണ്. ഈ ഭയത്തിനെയും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുകയാണ് പല ആൾക്കാരും. പല ആൾക്കാരും അവരൊക്കെ ചെയ്യുന്നത് ഈ ഒരു മനുഷ്യന്റെ ഈ അറിവില്ലായ്മയാണ്, അറിവിനെ അല്ല. അപ്പൊ അറിവിനെ ആചരിച്ചവരാണ് ആര്? നമ്മൾ ആണോ അല്ലയോ? അറിവിലാണ് രമിക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതം എന്ന് പറയാൻ തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനതയാണ് ഭാരതം. തത്വത്തിലാണ് അധിഷ്ഠിതം. ഭഗവാൻ കൃഷ്ണനെ പോലും സെമന്തകം കട്ട കള്ളാന്ന് വിളിച്ചിട്ടില്ലേ? ആണോ അല്ലയോ? ഈ ധൈര്യം ആർക്കുണ്ടാവുക? ആണോ? ഇപ്പൊ അയ്യപ്പന്റെ ഈ സ്വർണ്ണങ്ങൾ എന്നിട്ടും നമ്മൾ അവിടെ തിരക്ക് കുറവുണ്ടോ? നമ്മൾ അവരൊന്നല്ല ശ്രദ്ധിക്കുന്നേ. നമ്മൾ അതിൻ്റെ അകത്ത് ആ ഭഗവാന്റെ ഒരു സെക്കൻഡ് ആ ഒരു എന്നിട്ടും എന്തൊരു തിരക്കാണ്. എത്രയെത്ര ഈ ലോകത്ത് എവിടെയൊക്കെ ഈ ധർമ്മത്തെ ഇല്ലാതാക്കാൻ എപ്പോൾ തുടങ്ങിയതാണ് ഇതൊക്കെ. എന്നിട്ട് ആരെങ്കിലും പോവാതിരിക്കോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? കാരണം നമ്മളെ ശ്രദ്ധ അതിലൊന്നല്ല, അതിൻ്റെ അപ്പുറത്തെ ഒന്നിലേക്കാണ്. നമ്മൾ തത്വത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് മാത്രമാണ് എന്തുള്ളത്, ഇതിന് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. എത്ര കുപ്രചരണം എങ്ങനെ ഏത് രീതിയിൽ ഉണ്ടാവട്ടെ, തടയാൻ പറ്റുമോ? വളരുക മാത്രമേ ചെയ്യൂ. ഏതാള് എത്ര ചവിട്ടി മതിക്കുന്നോ അത്രയും കൂടുതൽ എന്ത് ചെയ്യും? സനാതന ധർമ്മത്തിനോ ഉയർച്ചയുണ്ടാവും. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? ഈ സത്യം ആർക്കും പറയാൻ പറ്റുന്നുണ്ട്. ഈ ശാസ്ത്രത്തിലാണ് നമ്മുടെ പ്രമാണം. അതുകൊണ്ടാണ് ആ ശാസ്ത്രം എന്തില്ല, തെറ്റുകളില്ല. ആ ശാസ്ത്രം എന്ത് ചെയ്യുന്നു? എന്നും നിലനിൽക്കുന്നു. തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്ര വിധാനോക്തം കർമ്മ കർത്തൃമിഹാർഹസി. നീ എന്ത് ചെയ്യുമ്പോഴും ഏത് ചെയ്യട്ടെ അവിടേക്ക് എന്ത് ചെയ്യട്ടെ? ശാസ്ത്രത്തിന് അധിഷ്ഠിതമായി ചെയ്യൂ എന്നാണ് ഭഗവാൻ നൽകുന്നത് നമുക്ക്. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഈ അയ്യപ്പ ഇതുപോലും എന്താണ്, എന്തോ ഒരു ശാസ്ത്രത്തിന് അധിഷ്ഠിതമാണ്. ഈ 41 ദിവസം മാലയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. എത്ര ശാസ്ത്രപരമാണ്. നമ്മളെ ക്ഷേത്രങ്ങൾ നോക്കൂ, എത്രമാത്രം അതൊന്നും എന്നും നിലനിൽക്കുന്നതാണ് അതൊക്കെ. ആണോ അല്ലയോ? ഇതൊരു ഭജനഹാളല്ലല്ലോ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിന് ഓരോ നമ്മുടെ ഈ പഞ്ചകോശങ്ങളിൽ അധിഷ്ഠിതമായ അന്നമയ പ്രാണമയ വിജ്ഞാനമയ എന്താണ് ആനന്ദമയമായിട്ടുള്ള ആ ഓരോ ഇതിലേക്ക് നമ്മളെ ഇങ്ങനെ പതിയെ എത്തിച്ചിട്ട് അവിടെ സുഖം നൽകുക. അപ്പൊ എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള ഈ ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കുക. ആ ഗോവിന്ദൻ എന്ത് ചെയ്യട്ടെ? അതാണ് എന്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഭജ അല്ലെ ഗോവിന്ദൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ബ്രഹ്മ. ഗോവിന്ദ ഈസ് ബ്രഹ്മ. മൂടൻ എന്ന് എന്താ ഇവിടെ? മൂടൻ എന്ന് വെച്ചാൽ വിഡ്ഢി എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കൃത്യ അകൃത്യ വിവേകം, മോഹക്ഷയം വന്നവെന്ന അർത്ഥം. എന്താ അർത്ഥം? ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ശരിക്കും ശരി, ഏതാണ് തെറ്റ് എന്ന് അറിയാതെ ഇരിക്കുന്നൊരവസ്ഥയാണ് ഇത് മൂഢാവസ്ഥ. ഏത് ചെയ്യണം? കൃത്യ അകൃത്യ അവിവേകം. എന്താണ് കൃത്യ അകൃത്യ അവിവേകം? ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ശരി, ഏത് ചെയ്യാൻ പാടില്ല എന്ന് എന്ത് ചെയ്യുന്നു? ഒരു അവസ്ഥ വന്നിരിക്കുന്നവരാണ് എന്ത് പറയുന്നത്? മൂഢൻ എന്ന് ഇവിടെ പറയുന്നത്. ഭഗവാൻ പറയുന്ന മൂഢൻ എന്നാണ് അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിട്ടില്ല എങ്കിൽ അവരെന്താവും? നീ മൂഢനാണ്. ഭജഗോവിന്ദം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ആ ഗോവിന്ദനെ ഭജിക്കൂ. ഏത് ഗോവിന്ദനാണ്? അപ്പൊ എന്താണ് ഗോവിന്ദൻ എന്ന് നമ്മൾ അറിയണം. ഗോപിർ വാണിബിർ വിന്ദതേ ഇതി ഗോവിന്ദ എന്ന് പറയും, അല്ലെ ഗാം വിന്ദതി ഇതി ഗോവിന്ദ എന്ന് പറയും. ഗാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയെ സംരക്ഷിക്കുന്നവൻ ആരാണ്? ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ
ആരാണോ ഭൂമിയെ പരിപാലിക്കുന്നവൻ അവരാണ് ആര് ഗോവിന്ദൻ. ഭൂമിയെ പരിപാലിക്കാൻ നമ്മളെ ഭൂമി നമ്മുടെ അമ്മയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ആദ്യം തന്നെ ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഓരോരാളും നമ്മൾ എന്ത് ചെയ്യുന്നു, രാവിലെ എഴുന്നേറ്റിട്ട് ഭൂമിയെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റെ അമ്മയെ ദ മദർ എർത്ത് എന്നാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും അമേരിക്കയിലോ അല്ലെ മറ്റെല്ലാ വണ്ടിക്കും കാണാൻ പറ്റും. അവർക്ക് ഇപ്പോഴാ മദർ എർത്ത് കാണുന്നത്. നമ്മളെന്താണ് 10,000 വർഷം മുമ്പേ എന്താണ് നമ്മുടെ ആചാര്യന്മാരെന്താണ്, അമ്മയാണ്. ആര്? ഭൂമി ദേവിയാണ്. ആ ഭൂമിയെ സംരക്ഷിക്കുന്നവൻ ആരാണോ അവനാണ് ഗോവിന്ദൻ. അല്ലെങ്കിൽ വേറെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗവാം ഇന്ദ്ര ഗോവിന്ദ. ഗവാ വെച്ചാൽ പശു. പശു ഇവിടെ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രാണി ജന്തുക്കളും. ഗവാം ഇന്ദ്ര എല്ലാ പ്രാണി ജന്തുക്കളെയും രക്ഷിക്കുന്നവനാണ് ആര് ഗോവിന്ദൻ. അപ്പൊ എല്ലാത്തിന്റെയും നാഥനാണ് ആര് ഗോവിന്ദൻ. ഗൗർവാണി വിന്ദതേ ഇതി ഗോവിന്ദ. അല്ലെങ്കിൽ എന്താണ്, ഗോപിർ വാണിബിർ വിന്ദതേ വേത്തി വേദാന്ത വാക്യ. ഗോപിർ വാണിബിർ വിന്ദതേ വേത്തി വേദാന്ത വാക്യ ഇത് ഗോവിന്ദ. അങ്ങനെ പറഞ്ഞതാണ് യാജ്ഞവൽക്യ മഹർഷിയാണ് തോന്നുന്നു. ഈ ശിഷ്യന്മാരെ ചോദിച്ചപ്പോൾ ഏറ്റവും നമ്മുടെ വേദത്തിലുള്ള ഈ മഹാവാക്യങ്ങൾ ഏതാന്ന് ചോദിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു അനേകം ഉണ്ടെങ്കിലും എന്താണ് 4 മഹാവാക്യം, 4 ഓരോ എന്താണ് നമ്മളെ വേദത്തിലും എടുത്തിട്ട് ഭഗവാൻ എന്താക്കി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. തെറ്റിദ്ധരിക്കരുത്. ഇത് മാത്രമല്ല, മഹാവാക്യങ്ങൾ ധാരാളം മഹാവാക്യങ്ങളുണ്ട്. അതിൽ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ പൊതുവെ അംഗീകരിച്ചു വരുന്ന 4 മഹാവാക്യങ്ങളാണിത്. ഐതരേയ ഉപനിഷത്തിലുള്ള പ്രജ്ഞാനം ബ്രഹ്മ. എന്നാൽ ഈ വാക്കിനെ എന്ത് ചെയ്യുന്നു, ഏതവനാണോ ഉൾക്കൊള്ളുന്നത് ഇതിനെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. ഈ ഒന്നായ സത്യത്തെ പലതായിട്ട് എന്ത് ചെയ്യുന്നു, സത്യം അറിഞ്ഞവർ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പരമമായ അറിവിനെയാണ് എന്തുള്ളത്, പ്രജ്ഞാനം ബ്രഹ്മ. അയമാത്മാ ബ്രഹ്മ, തത് ത്വം അസി, അത് നീ തന്നെയാണ്. ഏത് ബ്രഹ്മ. അയ്യപ്പന്റെ അവിടെ എഴുതി വെച്ചതാണോ? എഴുതി വെച്ചതാണെങ്കിലും എന്താണത്, അതിൽ ആ വാക്യത്തിന് ഒരു അർത്ഥമുണ്ട്. അത് നീ തന്നെ എന്ന് പറയുമ്പോൾ ഏത് എന്ന് നമ്മൾ ചോദിക്കണം. ഏത് എന്ന് ചോദിക്കുന്ന സ്ഥലത്താണ് ഒരു സാധകൻ ഉണരുന്നത്. നമ്മള് ഈ കേൾക്കുന്ന ആളല്ല ആവണമെന്നാ പറയാ, നമ്മൾ അന്വേഷകരാവണം എന്നാ പറയാ. നമ്മൾ കേട്ടത് കൊണ്ടല്ല, കേൾക്കുന്നത് മാത്രമല്ല, ഇതെന്ത് എന്ന് ഒരു അന്വേഷകനാണ് ആവേണ്ടത്. അതുകൊണ്ട് തന്നെ ചിന്മയാനന്ദ സ്വാമിജി പറയും, റീച്ചിങ് യുവർ ഡെസ്റ്റിനേഷൻ ഈസ് നോട്ട് യുവർ ഗോൾ. നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന അതല്ല, നിന്റെ സ്ട്രെച്ചിങ് ദ ഗോൾ. അപ്പോഴാണ് നീ വളരെ ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ എടുക്കാൻ സാധിക്കുന്നെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഇതൊന്നുമില്ല, നമുക്ക് എത്തിയല്ലേ. പക്ഷെ ആ കുട്ടി 2 കാലും പൊന്തിച്ചിട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് എടുക്കുവാണെങ്കിലോ, നൗ ഹീ ഈസ് ഗ്രോയിങ്. നമ്മളെ സീക്കർ ആവുക എന്നുള്ളതാണ്. ഏത് നൊച്ചൂറിന്റെ ഒരു പ്രഭാഷണത്തിൽ കേട്ടതുള്ളത്, ഒരിക്കലും നമ്മളെ അത്രമാത്രം എന്താണ് ഈ ഇതിനൊന്നും വിശ്വാസമില്ലാത്ത ഒരാളും അയാൾക്കും അവരും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, നല്ല അന്വേഷകരാവാണ്. ഈ അന്വേഷണത്തിന്റെ അവസാനം എന്താ സംഭവിക്കുന്നേ, അവര് വളരെ നല്ല വിശ്വാസികളാവാണ്. ആണോ അല്ലയോ? യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാരുടെ ഭാര്യമാര് നല്ല വിശ്വാസികളായിരിക്കും. അവരോട് എന്ത് ചോദിച്ചാൽ അവർ വേഗം കൊടുക്കാൻ സാധ്യതയുണ്ട്. വേഗം ഇവിടെ പൈസ നിങ്ങളിതാ, ഇപ്പൊ ഞെട്ടിച്ചാല് എന്തെല്ലോ പറഞ്ഞവരൊക്കെ പൈസ കിട്ടും.
അവരെ പറയണം. ഒരു ഈ ജോത്സ്യരെ പറയുന്നല്ല കേട്ടോ, ഈ ജോത്സ്യം നിന്റെ അമ്മ എൻ്റെ ഒരു ബന്ധു തന്നെ അവനൊരു കല്യാണം എങ്ങനെയോ ഒരു പെണ്ണ് ഇതായിപ്പോയി, 36 വയസ്സായി, ഏതോ ഒരു പെണ്ണ് ഓക്കെ പറഞ്ഞു ആ കുടുംബക്കാരോ. അപ്പൊ ഇവ പറയാണ് നിന്റെ അമ്മയാണെന്ന് പോയിട്ട് നോക്കുകയും ചെയ്യുന്നു. അമ്മ കുറച്ചു കാലം ഉണ്ടാവില്ല കേട്ടാ ഇത്, അടുത്ത് കുറച്ച് കൂടുതൽ എന്ത് ബേസിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. എന്നാൽ ഈ പേടിപ്പിക്കുമ്പോഴെന്താണ്, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്ര കാര്യങ്ങൾ ചെയ്യണം, ഇന്ന് അമ്പലത്തിൽ ഇന്ന് പൂജ കാര്യങ്ങൾ ഇവിടെയൊക്കെയാണ് എന്തുള്ളത്, ഇവിടെ അന്വേഷണം ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ബേസിലാണ് നിങ്ങൾ പറഞ്ഞ് ചോദിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? ചോദിക്കണം. ഏത് ശാസ്ത്രത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് അവർക്ക് അറിയാം ഉള്ളതാണെന്ന് പറയും. നോക്കൂ, അവിടെ നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്, ഗോവിന്ദൻ എന്ന് പറഞ്ഞ ശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ അറിയണം. അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിലുള്ളതല്ല ഗോവിന്ദൻ, ആണോ? അതിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. നോക്കൂ, ഇതിന്റെ ഒരു അതുകൊണ്ട് തന്നെ ഇവിടെ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പരബ്രഹ്മം. നമ്മൾ എന്താണോ ബ്രഹ്മം എന്ന് വിചാരിക്കുന്നത്, ആചാര്യൻ അവിടേക്കാണ് നമ്മൾ എത്തിക്കാൻ നോക്കുന്നത്, ലക്ഷ്യപ്രാപ്തിയിലേക്ക്. ഒരു മനുഷ്യന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എങ്ങനെ എത്തിക്കാം, അതാണ് ഇവിടെ അർത്ഥാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ആ തത്വമസി അവിടെ കാണുമ്പോഴെന്നെ എന്താണ് അത് തന്നെ, നീ എന്നെ അത് തന്നെ എന്ന് പറയുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, ആരാ ഞാൻ, ആരാ ഞങ്ങളിലേക്കൊരു ആ നോട്ടം വരുമ്പോൾ വിശ്വത്തോളം വിശാലമാകട്ടെ എന്റെ ചിന്ത എന്നുള്ളതാണ്. സ്വാമി രാംദാസ് ആനന്ദാശ്രമത്തിൽ എത്ര പേര് പോയിട്ടുണ്ട്? ആനന്ദാശ്രമത്തിൽ ഒന്നും പോകുന്നില്ല നമ്മള്, കുറച്ചാള് എന്നിട്ടും പോയിട്ടില്ല. അത്രയും പെട്ടെന്ന് പോയിട്ട് ഒരു 2 ദിവസം എത്ര ദിവസം നിൽക്കാറിയോ? കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമുണ്ട്, ആനന്ദാശ്രമുണ്ട്. ആനന്ദാശ്രമത്തിലൊക്കെ അഖണ്ഡനാമജപ. ഇവിടൊക്കെ പോയിട്ട് അരമണിക്കൂർ ലേഡീസ്, അരമണിക്കൂർ പുരുഷന്മാർ. ഒരു ദിവസം ഞായറാഴ്ച, ഇപ്പം ഈ ഫസ്റ്റ് സൺഡേ ആണോ സെക്കൻഡ് സൺഡേ ആണോ, ഫുൾ മൗന മെഡിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കൊന്ന് പോസ് ചെയ്യണം. ആവശ്യമുള്ളവർക്ക് അത് അയച്ചു തരാം. എപ്പോഴാണ് ഡേറ്റ്? ഏതോ സൺഡേ ആണ്, സെക്കൻഡ് സൺഡേ ആണോ ഫസ്റ്റ് സൺഡേ ആണോ ഓർമ്മയില്ല. ഒരു ദിവസം ഫുള്ളായിട്ട് മൗനത്തിലാണ്. എല്ലാ ഭക്ഷണം എല്ലാം കിട്ടും കേട്ടോ, നല്ല ഭക്ഷണമാണ്, എല്ലാ കാര്യങ്ങളുമാണ്. പക്ഷെ മൗനം എന്ന് വെച്ചാൽ അവിടെ അതിന് കൃത്യമായിട്ട് എന്തുണ്ട്, അതിന് ഒരു അരമണിക്കൂർ എന്ന സാധനങ്ങൾ അതെല്ലാം ഇൻസ്ട്രക്ഷൻസ് തരും. ആ രീതിയിലുള്ള ഒരു ഗംഭീര സാധനമാണ്, നല്ല റിട്രീറ്റാണ്. നിങ്ങളെ മക്കൾക്കോ നിങ്ങൾക്കോ ചെയ്യാൻ പറ്റുന്ന നല്ല റിട്രീറ്റാണ് ഈ ആനന്ദാശ്രമത്തിൽ. ഒരു ദിവസം പോയിട്ട് അവിടെ മൗനത്തിലിരിക്കുക. ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെലവും ഇല്ല കേട്ടോ, വലിയ കാര്യത്തിനൊന്നും ചെലവില്ല കേട്ടോ, ഫ്രീ ആയിട്ടോ. കാരണം പൈസ കൊടുക്കാൻ പറ്റൂല പലതിനും. നമ്മളെല്ലാം പൈസക്ക് നല്ല രീതിയിലാണ്, അത് അതിനേക്കാൾ എത്രയോ മൂല്യമാണ്. അതുകൊണ്ടാണ് ഈ ശരീരം തന്നെ എന്താണ്, ഭഗവാൻ തന്നിരിക്കുന്ന അമൂല്യമായിട്ടുള്ള നിധിയാണ് ഇത്, ആരോഗ്യമുള്ള ഒരു ശരീരം. ഈ ശരീരം ഉള്ളപ്പോഴും നമ്മൾ ഇതിന്റെ വില കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ശരീരം എന്തിനാ തന്നിരിക്കുന്നേ? ശരീരം എന്ന് പറയുന്നത് എന്താണ്, ഒരു വണ്ടിയാണെന്ന് പറയാം. എന്തിലേക്ക് വണ്ടി? എന്തിന്റെ വണ്ടി ഇത്? ശരീരം രഥമേവതു ആത്മാനം രഥിനം വിദ്ധി. ശരീരം രഥമേവതു ഇന്ദ്രിയാണി ഹയാനാഹു. ഇന്ദ്രിയങ്ങൾ കുതിരകളാ, ശരീരം എന്നുള്ളത് രഥമാണ്. ഈ രഥം വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല, വണ്ടി വീട്ടിലുണ്ടായോണ്ട് കാര്യം കേട്ടോ. അത് ഓടിക്കണ്ടേ, ഓടണ്ടേ, വേണോ വേണ്ടിയോ? ഇതിന്റെ നാഥനാരാ? ഈ ശരീരം തന്നിരിക്കുന്ന ആ ഭഗവാനാണ്. ആ ഭഗവാൻ ഉള്ളത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ശരീരം നിലനിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഹേ മൂഢ, നീ എന്ത് ചെയ്യൂ? ഭജിക്കൂ ഗോവിന്ദനെ. ഏത് ഗോവിന്ദനെ എന്ന് ചോദിക്കുമ്പോൾ ഈ ഗോവിന്ദനെ. ഏത് ഗോവിന്ദനെ? ഗവാം ഇന്ദ്രഹ ഗോവിന്ദ, ഗാം വിന്ദതി ഇത് ഗോവിന്ദ, ഗോബിർ വാണിബിർ വേത്തി വേദാന്ത വാക്യേ ഇത് ഗോവിന്ദ. അല്ലാതെ ഈ പ്രതിഷ്ഠേന മാത്രമല്ല. സ്വാമി വിവേകാനന്ദ പറയുന്നത് കല്ല് ഈശ്വരനാണ്, എന്നാൽ ഈശ്വരൻ കല്ലല്ല. വിളിച്ച വിളി എന്താണ്? അമ്പലം എന്നത് 4 ചുമരല്ലേ, വെട്ടിപ്പൊളിക്കൂ, അതാണോ അമ്പലം? കല്ലാണോ? കല്ല് പ്രതിഷ്ഠയൊക്കെ വലിച്ചെറിഞ്ഞു പല സ്ഥലത്തും, എന്നിട്ടും എന്താണ്? അതാണോ? അതിന്റെ അപ്പുറത്തേക്കാണ് എന്തുള്ളത്?
ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചു എന്ന് പറയരുത്. കണ്ണാടിയിൽ എന്താണ് ആ ഓംകാരം പ്രതിഷ്ഠിച്ചു എന്നുള്ള ആ ഓം എന്നുള്ള എന്താണ് അതില് പ്രണവമാണ്, സകലതുമുണ്ട് അതില്. അപ്പൊ നമ്മളെന്താണ് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാരണത്തിലേക്ക് നമ്മൾ എത്തിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ആകെ സാധിക്കുന്ന എന്തേ ഉള്ളൂ, ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് എന്താണ് അമ്മയും അച്ഛനും എന്താണ് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്തേ ഉള്ളൂ, ഈ അമ്മയും അച്ഛനും സറണ്ടർ ചെയ്യാം. ഈ കുട്ടിക്ക് അമ്മയും അച്ഛനും ഏതിലേക്ക് എത്തിക്കുള്ളൂ, സ്വദേശേ ഭുവനത്രയം. ആ പിതാഹമസ്യ ജഗതോ മാതാ ദേവോ, ഈ അമ്മയും അച്ഛനും ഏറ്റവും നല്ലത് തന്റെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുള്ളൂ. ആണോ അല്ലയോ? കുട്ടി എന്താ ചെയ്യേണ്ടത്, അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഈ സമർപ്പണമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ധ്രുവന്റെ ഒക്കെ ഒരു സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ. ആ മഹാദേവൻ എന്ത് ചെയ്യുന്നുള്ളൂ, പുരുഷായ തുഭ്യം. ആ മഹാപുരുഷനായിട്ടുള്ള എന്ത് ചെയ്യുന്നു, യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്ത. സംസാര സാഗരത്തില് മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. ആകെ മൂകനെ വാചാലനാക്കുന്നത് ആരാ? മുടന്തനെ ഈ വലിയ മല കയറ്റുന്ന ആരാ? ആ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഇതൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രണ്യകരണേ ഭജ ഗോവിന്ദം. ഇപ്പൊ എന്താ ഭജ എന്ന് വെച്ചെന്താ? ഗോവിന്ദനെയാണ് നമ്മൾ കണ്ടത്. ഭജ് സേവായ, സേവിക്കലാണ് ഭജ. ഭക്തിക്കും അത് തന്നെയാണ് കേട്ടോ, ധാതുപാഠം അത് തന്നെയാണ്. സേവിക്കുക എന്ന് പറയുന്നതാണ്. ആ ഭഗവാനെ നമ്മള് സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് സേവനം ചെയ്യേണ്ടത്? രണ്ട് തരത്തിൽ നമുക്ക് ഭക്തി പറ്റുന്ന പറയാം. ഒന്നിക്കലും ഒരു മർജാര ഭക്തിയുണ്ട്, ഒരു മർക്കട ഭക്തിയുണ്ട് പറയും. എന്താ മർജാരനും മർക്കടും തമ്മിൽ വ്യത്യാസം? മർക്കടൻ എന്ത് ചെയ്യുന്നു, തന്റെ കുട്ടികൾ പിടിച്ചോളണം. ആണോ അല്ലയോ? ഒരു കുരങ്ങ് അമ്മയുടെ വയറ്റില് അള്ളി പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നേ, കുരങ്ങ് കുട്ടി ഉണ്ടാവുക. കാരണം കുരങ്ങന്റെ ഓരോ ചാട്ടവും ഒരുപക്ഷെ ഈ കുഞ്ഞിക്കുരങ്ങിൽ എന്തുണ്ടാവാം, ഭയം ഉണ്ടാക്കുന്നുണ്ടാവാം. കാരണം കുഞ്ഞിക്കുരങ്ങന്റെ കൈകൾ എന്തായിരിക്കും, വളരെ മൃദുവായിരിക്കും. ഈ മൃദുവായ കൈകളിൽ ചിലപ്പം പിടികിട്ടണമെന്നില്ല. എന്നാൽ ഒരിക്കലും ഒരു പൂച്ചക്കോ ഒരു ഒരു കടുവക്കോ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഗതി ഉണ്ടാവോ? കാരണം എന്തുകൊണ്ടാ, ഈ തള്ളപ്പൂച്ചയാണ് എന്ത് ചെയ്യുന്നേ, മക്കളെ കടിച്ചു പിടിക്കുക. അല്ലെ കടുവ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നിങ്ങൾ ആനിമൽ പ്ലാനറ്റ് ഒക്കെ ഇടയ്ക്ക് കാണുന്നുട്ടോ. ഇതല്ല ആനിമൽ പ്ലാനറ്റോ, അതൊക്കെ വളരെ രസകരം. കുട്ടികളൊക്കെ കാണണം. അവരൊക്കെ വിശാലമായിട്ടുള്ള ഒരു സ്പേസിൽ ഇപ്പൊ കാണുന്നേ ഇല്ല, ചെറിയ സ്ക്രീനിലാണ് ഇപ്പൊ കാണുന്നേ ആൾക്കാർ. ആണോ അല്ലയോ? നമ്മുടെ നോട്ടം തന്നെ ഏറ്റവും ചെറിയ സ്ക്രീനിലേക്ക് നമ്മൾ എത്തുക. സ്ക്രീനേജ് ആണ് ഇപ്പൊ, ടീനേജ് അല്ല അല്ലേ, കംപ്ലീറ്റ് സ്ക്രീനാണ്. ഒന്നിക്ക് ക്ലാസ്സിൽ പോയാൽ അവിടെ സ്ക്രീൻ കാണും, ഇവിടെ എന്താണ് വീട്ടിൽ പോയാൽ ലാപ്ടോപ്പോ മൊബൈലോ ഒക്കെയുള്ള സ്ക്രീനേജ് ആണ്. ചെറിയ ചെറിയ സ്ക്രീനിലേക്ക് നമ്മൾ ഒതുങ്ങി പോവാണ്. വലിയ ഒരു TV പോലും കാണുന്നില്ല കുട്ടികൾ. അവർക്ക് TV ഒന്നും കാണണ്ട. നിങ്ങൾ എന്തോ TV വെച്ചാൽ TV എന്നൊരു വിഷയമല്ല. TV ആണ് അവരുടെ കയ്യിലെന്തുണ്ട്, അവർക്ക്
ചെറിയ സ്ക്രീൻ ഉണ്ട്. അപ്പോ ഈ വലിയ വിശാലമായിട്ടുള്ള ലോകത്തെ കാണ്ടെങ്കിൽ ആനിമൽ പ്ലാനറ്റോ ഡിസ്കവറി ചാനലൊക്കെ നല്ലതായിരിക്കും. നമുക്കവിടെ വലിയൊരു ലോകത്തെ കാണിച്ചു തരുന്നുണ്ട്. ഈ ലോകമല്ല, വേറെ ആനിമൽ ലോകം ഉണ്ട്. അപ്പൊ തന്നെ നമുക്കൊരു മാറ്റം വരും കേട്ടോ. അയ്യോ, എൻ്റെ പ്രശ്നങ്ങൾ ഇത്രയൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും. അപ്പൊ ഇവിടെ ഈ ഒരു പിടിച്ചോണ്ടിരിക്കുന്ന ഈ അമ്മ എത്ര വലിയ ചാട്ടം ചാടിയാലും ആരെ വിടുന്നില്ല? കുഞ്ഞിനെ വിടുന്നില്ല. അപ്പൊ അവിടെ ആ കുട്ടി എന്താ ചെയ്യുന്നേ? അവിടെ ഒന്നും ചെയ്യുന്നുണ്ടോ? പൂച്ചക്കുട്ടി അമ്മ കടിക്കുമ്പോഴെന്തേ ചെയ്യുന്നുള്ളൂ? ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്ന് കൊടുക്കാണ്. ചുറ്റുമുള്ള വേണിക്ക് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യും അല്ലെ? ആ ചേച്ചി മീൻ മുറിക്കുന്നതെല്ലാം ഇങ്ങനെ കാണും, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാരെല്ലാം ചെയ്യുന്നതെല്ലാം കാണും. ആണോ അല്ലയോ? കുഞ്ഞിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും. എന്ത് ചെയ്യുന്നു കുഞ്ഞി? സറണ്ടർ. ഈ വിശ്വത്തെ മുഴുവൻ രക്ഷിക്കുന്ന ഈ ലോകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ പറയുന്നു, സറണ്ടർ. എന്നിട്ട് എന്ത് ചെയ്യണം? ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ. 3 പ്രാവശ്യം പറയുന്നു. പറഞ്ഞു തന്നെ എന്ത് ചെയ്യുന്നു? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാ? ഇതന്നെയാണ് നമുക്ക് എന്തുള്ളൂ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഈ ശരീരം നിലനിൽക്കുന്നില്ല എങ്കിൽ ശരീരത്തിന് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം ഉണ്ട്. ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ പേടി എന്താ? അപ്പൊ ചോദ്യം ഇതാണ്, ഭജിക്കുന്ന ഒരു ഗോവിന്ദനെ ഭജിക്കുന്ന ഒരാൾക്കും ഗോവിന്ദനെ ഭജിക്കാത്ത ആളും ദുഃഖം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം നമ്മളെപ്പോഴും അങ്ങനെ ചോദിക്കുമല്ലോ. എന്താ വ്യത്യാസം? ദുഃഖം ഉണ്ടാവോ ഇല്ലയോ? ഉറപ്പായിട്ട് രണ്ടാക്കും ദുഃഖം ഉണ്ടാവും. ആണോ അല്ലയോ? പക്ഷെ എന്താ വ്യത്യാസം? ഈ ആത്മീയത സ്പിരിച്വാലിറ്റി ഉള്ളവർക്കും തീരെ സ്പിരിച്വാലിറ്റി ഇല്ലാത്തവരും തമ്മിൽ എന്താ വ്യത്യാസം? അത് നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, വോൾട്ടെയർ കേട്ടിട്ടുണ്ടോ? വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു സാഹിത്യകാരനായിരുന്നു വോൾട്ടെയർ. വോൾട്ടെയർ എന്ന് വെച്ചാൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാഠങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പഠിക്കാം. പക്ഷെ ഇദ്ദേഹത്തിന് അസുഖമായ സമയത്ത് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണടക്കാൻ പറ്റുമ്പോൾ കണ്ണടക്കുമ്പോൾ ഇദ്ദേഹം നിലവിളിക്കുമായിരുന്നു പറയും. ഒച്ചയെടുത്തിട്ട് അയ്യോ എനിക്ക് എന്തെല്ലോ ആവുന്നേ, കണ്ണടക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അവിടെ അതേ വാർഡിൽ തന്നെ ഒരു ചെറിയൊരു 10 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ചെറിയ പെൺകുട്ടി. ആ കുട്ടി എന്താ അറിയോ, ക്യാൻസർ ബാധിച്ചിട്ട് വന്ന കുട്ടിയാണ്. എപ്പോഴാണ് അത് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി ഡോക്ടർ പോകുമ്പോൾ ആ കുട്ടി എപ്പോഴും ചിരിക്കും, എല്ലാവരോടും ചിരിക്കും, സംസാരിക്കും, കൊച്ചു സംസാരിക്കും, ഒക്കെ ചിരി. നല്ല മുഖത്തൊക്കെ വളരെ സന്തോഷം, അത് വളരെ സന്തോഷമായിട്ട് മറ്റുള്ളവരൊക്കെ ചിരിച്ചും ഇതൊക്കെ നിൽക്കുന്നുണ്ട്. ആൾക്കാർക്ക് അത്ഭുതമായി. ഒരാളോട് ചോദിച്ചു, മോളെ നീക്കെന്താ ഇത്ര അസുഖം കാര്യങ്ങൾ ഉണ്ടല്ലോ? എനിക്കറിയാം, നീ എന്താ ഇങ്ങനെ വളരെ ഇങ്ങനെ നിന്റെ മുഖത്ത് അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ലല്ലോ. ആ 10 വയസ്സായ കുട്ടി പറഞ്ഞ ഒരു കാര്യം, when I close my eyes, Jesus stretch in hand and says, don't worry my child, I am with you. ഞാൻ കണ്ണടക്കുമ്പോഴേ ഞാൻ കാണുന്നത് ജീസസ് 2 കൈയും നീട്ടിയിട്ട് ഇങ്ങനെ പറയാണ്, come on my child, I am with you. ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്തിനാ ഞാൻ പേടിക്കുന്നേ? ഞാൻ എന്തിനു പേടിക്കണം? എന്റെ മൈ ജീസസ് ഈസ് വിത്ത് മൈസെൽഫ്. കുട്ടികളെ പരീക്ഷയ്ക്ക് എഴുതുന്ന ക്രിസ്ത്യൻ കുട്ടികളൊക്കെ ഒരു ഇത് പറയുന്നില്ല, അവരുടെ കയ്യിലൊക്കെ ഒരു കൊന്തയും ഇതൊക്കെ ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? പിടിച്ചിട്ടെങ്കിലും വലിയൊന്നുമില്ല, പക്ഷെ എന്തുണ്ട്? ഒരു അചഞ്ചലമായ വിശ്വാസം. അല്ലാണ്ട് പരീക്ഷക്ക് പോയിട്ട് അന്ന് പോയിട്ട് എന്താ പൂജാരിയുടെ ഒക്കെ പോയിട്ട് പൂജാരി തന്നെ വിളിക്കേണ്ടി വരും ചില സമയത്ത്. എന്താണ് അവിടെ പോയിട്ട് അന്ന് പോയിട്ട് ഒരു ഒച്ചപ്പാടാക്കലല്ല. ഈ പെണ്ണ് പോയിച്ചിട്ട് പൈസ ഇട്ട് നോക്കിയിട്ട് അയാൾ എന്താക്കും, 5 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കും കൂടിയില്ല. ഓക്കെ ആണോ അല്ലയോ? ഫോൺ വിളിച്ചോണ്ടാണ് ഇപ്പൊ പറഞ്ഞത്, എന്താണ് തന്നെ കൊടുക്കുന്നതിന്. ആണോ അല്ലയോ? വലിയ നോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇലയൊന്നും തരില്ല. ഒരു നീ എങ്ങനെ ആയിക്കോട്ടെ ഒരാക്കല.
ഇതെടുത്തിട്ട് ഇങ്ങനെ ആക്കല്, പൈസയും തരൂല, വർത്താനം പറഞ്ഞു. അന്ന് ഭരണ ഒച്ചപ്പാ ഈ പരീക്ഷേണ്ടത് അതല്ല. കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ എന്തുണ്ട് അറിയാം, ജീസസ് ഈസ് വിത്ത് മീ. മറ്റുള്ള മതക്കൾ നോക്കൂ, അചഞ്ചലമായ വിശ്വാസം. എൻ്റെ കൗൺസിൽ സെന്ററിലൊക്കെ വരുന്ന മറ്റുള്ള വിഭാഗമൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ അവരെ ഒന്നിലേക്ക് അടുപ്പിക്കണം, അനങ്ങാത്ത ഒന്നിലേക്ക് കെട്ടാൻ പറ്റണം. ഇത് അനങ്ങൂല എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു സാധനം, അതെൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള, എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. ഈ എന്താണ് ചെറുക്കൽ ഈ കോട്ട അമ്മ എൻ്റെ കൂടെയുണ്ട് എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടേക്ക്, അതല്ലേ സുരേഷിക്കൊക്കെ ഇത്രയും വലിയ ഒരു ശക്തിക്ക് എടുക്കാനുള്ള ധൈര്യം. ഇവിടെ ഇരിക്കുന്ന ഇത് നടത്തുന്നത് ഞാനല്ല, ഭഗവാനാണ്. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം വിളിക്കുന്നൊരു സംഭവം, പറയുന്നൊരു സംഭവം നോക്കൂ. ജീസസ് ഈസ് വിത്ത് മീ. വൈ? എനിക്ക് എന്തിനു പേടിക്കണം? ഏത് പരീക്ഷകൾ വരുമ്പോൾ, അതുകൊണ്ട് തന്നെ ഈ വിഷമങ്ങൾ വരുമ്പോൾ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത ഉള്ള ഒരാളാണെങ്കിൽ അതിൽ റിക്കവർ ചെയ്യുന്ന പീരീഡ് വളരെ വേഗമായിരിക്കും. നമ്മളെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്, ആണോ അല്ലയോ? ആ ഭയത്തിൽ നിന്ന് പോലും ഏറ്റവും ഏറ്റവും സന്തോഷത്തോടുകൂടി, അല്ലെങ്കിൽ എന്താണ്, അതിനെ പോലും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുന്നത് ആത്മീയതയുള്ളവർക്കാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ കൗൺസിലറിൽ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ, അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 4ാമത്തെ സ്റ്റേജ് അങ്ങനെയാണെന്ന് പറഞ്ഞു, ക്യാൻസർ. അദ്ദേഹം പക്ഷേ നല്ലോണം വായിക്കുമായിരുന്നു ഭഗവത്ഗീതയൊക്കെ. അദ്ദേഹത്തിന്റെ മുഖം ഇപ്പോഴും എന്തൊരു ചിരിച്ചിട്ടറിയാം. ആ പേടി, അതിലേക്കല്ലാതെ നമുക്ക് എന്തിനാ ഭയം നമുക്ക് കിട്ടുക? നമുക്ക് ആ അചഞ്ചലമായിട്ടുള്ള ആ ഭക്തിയുള്ളവർക്ക് ഏതിനെ നേരിടാനുള്ള ശക്തിയും കിട്ടാൻ സാധിക്കും. പിന്നെ ഒരു പ്രശ്നത്തിൽ നിന്ന്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആടി ഒളിയും, വിഷമുണ്ടാവും, സങ്കടം വരും, കാര്യമൊക്കെ ചെയ്യും. അവിടെ പറയുന്നത് FIR ടെസ്റ്റ് എന്നാണ്. FIR ടെസ്റ്റ് ഫ്രീക്വന്റ്ലി, അത് എത്രമാത്രം അത് ആഴത്തിലത് ബാധിച്ചിട്ടുണ്ട്, അത് റിക്കവറി എങ്ങനെയാണ്, എത്ര ഇന്റൻസിറ്റി അതിനുണ്ട്, ഫ്രീക്വന്റ്ലി, ഇന്റൻസിറ്റി, റിക്കവറി, എത്ര വേഗത്തിലാണ് നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് തിരിയുന്നത്. നോക്കൂ, നമ്മളിവിടെ ഇന്ന് ചിരിക്കുന്ന ആൾക്കാർ നാളെ ചിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, ആണോ അല്ലയോ? ഇന്ന് അത്രയും സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ നാളെ ചിലപ്പോൾ അത്രയും വലിയ നമ്മളെ ഇതായി. പക്ഷെ എന്നാൽ പോലും സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാർക്ക് എന്താണ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയും, ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നേരിടാനുള്ള ഒരു ശക്തിയും എന്തുണ്ടാവും അവർക്കുണ്ടാവും. മറ്റുള്ളവർ കൊളാപ്സ് ഇട്ടും, ആണോ അല്ലയോ? ആണോ അല്ലയോ? ഈ ശരീരം പോലും എന്താണ്, വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഈ ശരീരം പോലും എന്താണ്, ഒരു മുഷിഞ്ഞ ഷർട്ട് മാറ്റുന്ന പോലെ ലാഘവത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കാണാൻ സാധിക്കണമെങ്കിൽ ഭഗവാൻ പറയുന്നു എന്താണ്, നീ ഭജിക്കൂ ഗോവിന്ദനെ, ഗോവിന്ദനെ തന്നെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃഞ്ജകരണേ. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ രക്ഷിക്കാൻ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാപ്തിയില്ല, ശക്തിയില്ല. ഏതിനേ ശക്തിയുള്ളൂ? ഈ സത്യത്തെ നീ അറിയൂ. ഈ സത്യത്തെയാണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ ഇത്രയും കേട്ട ഒരു നല്ല ഒരു ശ്രോതാക്കളായതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അല്ലാതെ ഇതിന്റെ അർത്ഥം അങ്ങനെയും എന്ത് ചെയ്യാം, അങ്ങനെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഗോവിന്ദനെ അതുകൊണ്ട് ഗോവിന്ദനിലേക്ക് എത്താൻ പല പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഏത്, നാമജപം, ആണോ അല്ലയോ?
ഇങ്ങനെ മനസ്സ് ഇങ്ങനെ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് നാളെ കുറച്ച് മനസ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത്. നമ്മളിങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെൻഷനും സ്ട്രെസ്സും ഇതൊക്കെ അധികമുള്ള ആൾക്കാരാണ്. ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ ടെൻഷൻ വേറെയാണ്. അധ്യാപകർ ഇവിടെ ഉണ്ടോ? പഴയ അധ്യാപകരൊന്നല്ല, ഇപ്പൊ പല പല സ്ട്രെസ്സുകളാണ്. അപ്പൊ ഏത് ജോലിക്കും എന്താണ് അത്യധികം സ്ട്രെസ്സായിട്ട്. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? പറയണ്ട. ഏത് ജോലിക്കാ ഇല്ലാത്ത? എല്ലാ ജോലിക്കും അത്യധികം സ്ട്രെസ്സുമായിട്ട് ഇങ്ങനെ വരിക ആണോ അല്ലയോ? അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മനസ്സിനെയാണ്. നമുക്ക് തീരെ നമ്മൾ മറ്റുള്ളവരിലൊക്കെ കൺട്രോൾ ഉണ്ട്. ഇപ്പോഴും ചിലർക്ക് വീട്ടിലെ ആൾക്കാർ നല്ല കുട്ടികളൊക്കെ നല്ല കൺട്രോൾ. ഞാൻ പറഞ്ഞാൽ ഭർത്താവ് പോലും അനങ്ങൂല, അങ്ങനെ പറഞ്ഞവരാണ് കൂടുതൽ അല്ലെ. ഞാൻ പറഞ്ഞ അയാൾ പോലും എന്താണ് ഒരു ഭർത്താവ് എന്താണ് കുറെ ഭർത്താക്കന്മാർ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോയതാണ്. അപ്പോ ഒരാള് ഭാര്യയെ പേടിയില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ഭാര്യ ഭർത്താക്കന്മാർ മാത്രമേ ഉള്ളൂ അവിടെ. ഭാര്യമാരെ കയറ്റിയിട്ടില്ല ഭാഗത്തേക്ക്, അതുകൊണ്ടാണ്. അപ്പൊ ഭാര്യമാരെ പേടിയില്ലാത്ത ആൾക്കാർ ആരൊക്കെ? അപ്പൊ ഒരു 99% ആൾക്കാർ എന്താണ്, 99 ആളും അപ്പുറത്ത് മാറിയുന്നു. പേടിയുണ്ട്, ഓക്കെ ഉണ്ട്. മറ്റേ ഒരാൾ മാത്രം അനങ്ങാണ്ട് അവിടെ നിന്നു. ഈ ട്രെയിനർക്ക് ഒരു ആശ്വാസമായി. ഒരാളും ഉണ്ടല്ലപ്പ ചോദിച്ചു, മിടുക്കൻ ഭഗവാൻ, എനക്ക് പോലും ആയിട്ടില്ല, നീ എന്നെ ആള് ഉഷാറ്, എന്താ ഇതിന്റെ സീക്രട്ട്? അപ്പൊ പറഞ്ഞു, ഓള് വരുമ്പേ പറഞ്ഞ് വെറുതെ ഓരോരുത്തരും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ പാടില്ല. ആടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിക്ക് പറയുമ്പോ കേട്ടാ അത്രയും. അപ്പോ ഇത് നമുക്ക് എല്ലാവരും കൺട്രോളൊക്കെ ഉണ്ടാവും. ചിലർ മക്കൾ പറഞ്ഞ കേൾക്കുന്ന, ബോസ് എന്റെ ജോലിക്കാരെ ഞാൻ ഫുള്ളായിട്ട് നിലനിർത്തും, ഞാൻ നാട്ടിൽ ഭയങ്കര ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ് എല്ലാവരും നമ്മൾ നിലനിർത്തിയാലും ഒരാളെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആകെ പെട്ടുപോകും. അതാരാ? സ്വന്തം മനസ്സാണ്. വൃദ്ധസ്താവത് ചിന്താമഗ്ന. നമുക്ക് എത്ര സമയം പറയാൻ പറ്റാ? ആയോ സമയം? 10 മിനിറ്റ് കൊണ്ട് പറയല്ലേ. അതിലേക്ക് നമുക്കൊന്ന് എത്തിയിട്ട് നമുക്ക് നിർത്താം. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്തഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപിനസക്തഃ. ഒരു ചോദ്യമാണ് ഇവിടെ. നിങ്ങളൊരു 5 ആളോടോ 10 ആളോടോ ഇന്ന് പോയിട്ടൊരു എക്സസൈസ് ആണേ. നിങ്ങളെ ഫ്രണ്ട്സിനോട് ആരോട് ചോദിക്കണം, നിങ്ങൾ നാളെ വരുവഹിക്കണം. അപ്പൊ അവരെന്താ പറയാ? അയ്യോ എന്തൊക്കെ തിരക്കാന്നറിയോ, എന്താ ദൈവമേ, കുട്ടികളെ പഠിത്തില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, അതുണ്ട്. കുട്ടികൾ വലുതായിട്ട് ഞാൻ വരാം. ഇപ്പൊ കുട്ടികൾ വലുതായി, കുട്ടികളെ കല്യാണം കഴിച്ച്, കുട്ടികള് ഇപ്പൊ എന്താ പ്രശ്നം? കുട്ടികളെ നോക്കണ്ടേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? റിട്ടയർ ആയിട്ട് ആകെ ഒരു പണിയുള്ള എന്താണ്, ഈ ചെറിയ കുട്ടീനെ ഇങ്ങനെ കുപ്പായം മാറ്റി കൊടുക്കൽ തന്നെ. വേറെ വായിക്കാൻ സമയമുണ്ട്, എന്നിട്ടാണ് ആക്കണം എന്നുള്ള വിചാരിച്ചതാണ്. ഇപ്പൊ ഉണ്ടോ അതിന് സമയം? തീരെ സമയമില്ല. കുട്ടികളെല്ലാരും പോയി, ഇപ്പം അവര് ലീവ് വന്നിട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ എന്താ വരാത്തെ? പട്ടീനെ നോക്കണ്ടേ? വീട്ടിലൊരു സാധനത്തിനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നമുക്ക് എന്താണ് ഏത് സമയം? ഓൾ തിങ്സ് ആർ റിലേറ്റഡ് ടു അവർ പ്രയോറിറ്റി. പ്രയോറിറ്റിയുടെ മാറ്റർ ആണ്. ആണോ അല്ലയോ? ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളെയും ഞാൻ വളരെയധികം എന്ത് ചെയ്യുന്നു, നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണ്, നിങ്ങളെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. കാരണം എന്താ? നിങ്ങൾ നമസ്കാരത്തിന് യോഗ്യരാണ്. കാരണം ഈ സമയം ഇതിനു വേണ്ടി കണ്ടെത്തുന്നു. നോക്കൂ, ബാലസ്താവത് ക്രീഡാസക്ത. കുട്ടികളൊക്കെ എന്താണ്? ആ മൊബൈല് ഗെയിമാണ്. പണ്ടത്തെ ഗെയിം അല്ല കേട്ടോ, ഇപ്പം മൊബൈൽ ഗെയിമാണ്. മൊബൈൽ ഗെയിം അവര് മാത്രമല്ല, കുട്ടികളും മാക്സിമം കുട്ടികളും പഠിക്കുന്നത് അച്ഛനും അമ്മയും ഗെയിം കളിക്കുന്നിടത്താണ്. ഇപ്പൊ അമ്മമ്മമാരും ഗെയിം കളിക്കുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഈ ബലൂൺ കുട്ടിക്കെല്ലാം ടിക്ക് ടിക്ക് ഒരു ദിവസം കളിച്ച് കൊടുത്താൽ മതി, പിന്നെ അവര് ഫുൾ കളിച്ചോളും കേട്ടാ. അടിച്ചടിച്ച് പൊട്ടിക്കൽ കേട്ടാ. ഞാൻ മനസ്സിലാക്കുന്ന കുട്ടികൾ മാത്രമല്ല ഗെയിം കളിക്കുന്നത്, അച്ഛനും അമ്മയും നല്ല കളിക്കാൻ അറിയുന്ന ആൾക്കാരെ. ബാലസ്താവത്
ക്രീഡാസക്ത. കുട്ടികളാകുമ്പോൾ അവർക്ക് എന്താ സമയം എങ്ങനെയാ? കളിയോട് കളി, അവരുടെ ഒരു അതിൽ തന്നെയാണ് അവരുടെ ശ്രദ്ധ, മുഴുവൻ ശ്രദ്ധയും. അങ്ങനെ പറയുമ്പോൾ ഈ കുട്ടികളായിരിക്കുമ്പോഴേ എന്താണ്, ഏതിലാണ് ശ്രദ്ധ എന്നുള്ളതാണ്. അവർ ഏതിലേക്കും കൂടി ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റിട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ ചുറ്റുമുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. അവർ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണം. നല്ലത് ആര് ചെയ്താലും എന്താണ്, നമ്മൾ അവിടെ കാരണം അവരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ. ഞായറാഴ്ച ആകുമ്പോഴെന്താണ്, ചുമ്മാ നടക്കൊന്നുമില്ല, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചർച്ചിൽ ഉണ്ടായിരിക്കും അച്ഛനും അമ്മയും. നമ്മളെ കുട്ടികളെ കൂട്ടിയിട്ട് ഈ സത്സംഗത്തിന് വരുമ്പോൾ പാതിരാത്രിക്ക് സത്സംഗം കണ്ടിട്ടില്ലേ നിങ്ങൾ? പല പള്ളിയിലും കാര്യങ്ങളും ഇതേപോലെ പന്തലിട്ടിട്ട് അവിടെ കുട്ടികളെല്ലാം വരുന്നുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ട് നിങ്ങളെ വീട്ടിലെ കുട്ടികളില്ലേ? നിങ്ങൾ അച്ഛനും അമ്മമ്മയില്ലേ, അമ്മമ്മമാരോ അച്ഛന്മാരല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൂട്ടുന്നില്ല? നിങ്ങളല്ല ഇത് കേൾക്കേണ്ടത് നിങ്ങളും കേൾക്കണം. അതോടൊപ്പം എന്ത് ചെയ്യണം, കൈ പിടിച്ച് അവരെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എന്താണ്? ഏറ്റവും കൂടുതൽ ഡിവോഴ്സ്, ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഗുളിക ഉറങ്ങാൻ വേണ്ടി കഴിക്കുന്നത് സമാധാനം ഉള്ളത് കൊണ്ടല്ല. അതല്ല, ആരാന്ന് ഏത് വിഭാഗത്തിലെ ആൾക്കാർ നോക്കൂ. എന്തുകൊണ്ട്? പഠിക്കേണ്ട സമയത്ത് ഇതും കൂടി ചേർത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ആക്കില്ല. കാരണം ഈ ഒരു ശ്ലോകം കേട്ട ആൾക്കാർ ഒരിക്കലും തന്നെ അച്ഛനെ അമ്മേനെയോ ഭാരമാണെന്ന് കാണുമോ? ജോലി മാത്രമാണ് ജീവിതം വിചാരിക്കോ? ജോലി ചെയ്യാനാ പല ആൾക്കാരും ജീവിക്കുന്നേ, ആണോ അല്ലയോ? ജീവിക്കാൻ വേണ്ടി ജോലി എടുക്കുന്നതല്ല പല ആൾക്കാരും. ജോലി ചെയ്യാൻ വേണ്ടി ഒരു യന്ത്രം പോലെ ചെയ്യുവാണ്. എന്നാൽ അതേ സമയത്ത് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കാനോ, ഒന്ന് വൈകിട്ടൊരു കുറച്ച് സമയം ഒരു 10 മിനിറ്റെങ്കിലും നാമജപം ചെയ്യാനോ, ഒരു വൈകിട്ട് രാത്രി കിടക്കുമ്പോൾ എങ്ങനെയോ ഒന്ന് ഉറങ്ങിപ്പോന്നല്ലാതെ ഒന്ന് അവിടെ ഇരുന്നൊരു 5 മിനിറ്റെങ്കിലും നാമജപം ജപിച്ചിട്ട് ചെയ്യാനോ, ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ശാന്തമായിട്ട് ഒരു ശാന്തി മന്ത്രം ചൊല്ലിയിട്ട് ചെയ്യാനോ, ഇതിനൊന്നും സമയമുണ്ടോ? ഒന്നൊരു അമ്പലത്തിൽ പോകാനോ, ഒന്ന് അവിടെ പ്രദക്ഷിണം വെക്കാനോ സമയമുണ്ടോ? ബാലസ്താവത് ക്രീഡാസക്ത പറ്റില്ല. ഇനി അത് മാറണം. നിങ്ങൾക്ക് വീട്ടിലെ കുട്ടികളെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അവര് നിങ്ങൾക്ക് തന്നെ പല ആൾക്കാർക്ക് വിഷമാണ് അവരെ പോക്ക് കാണുമ്പോൾ തന്നെ. ആ സമയത്ത് ഏത് വേണം? നമ്മുടെ ശാസ്ത്രങ്ങൾ, ഇവിടെ ഭഗവത്ഗീത അല്ലെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. മുകേഷ് മാഷ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. മുകേഷ് മാഷും ഞാനും കൂടിയാണ് നമ്മളത് ചെയ്തത്. ഭഗവത്ഗീത കുട്ടികളുടെ രൂപത്തിൽ, ആ കുട്ടികൾ ചെറിയ കുട്ടികൾ പോലും വന്നിട്ടുണ്ട്. ആ കുട്ടികൾ എന്ത് സന്തോഷത്തിലാണ് പോയല്ലേ, ആണോ അല്ലയോ? വന്ന കുട്ടികൾ എണ്ണത്തിൽ കുറവാണെങ്കിലും എന്തൊരു ഹാപ്പി ആയിട്ട് ആ കുട്ടികൾ പോയെന്നറിയോ? എന്തൊരു നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു അറിയോ? നമ്മൾ കളിപ്പിക്കുകയും ഭഗവത് ആ ഒരു അധ്യായം ചൊല്ലി പഠിച്ചു പിള്ളേര്. അതിനകത്ത് എനിക്ക് എടുത്തു പറയത്തേക്ക് ഒരു ഓർമ്മയുള്ള ഒരു അമ്മ ആ കുട്ടികൾക്ക് വേണ്ടി ഫുൾ ടൈം അവിടെ അമ്മമാര് നിന്നു. എന്ത് രസമായിട്ട് ആ കുട്ടികളെ എൻജോയ് ചെയ്യുന്നറിയോ? നമുക്ക് ഇപ്രാവശ്യം ഫിക്സ് ചെയ്തോ അതൊരു ഗംഭീര പ്രോഗ്രാം ആക്കണം. അതിന് നിങ്ങളുടെ ഇവിടെ നല്ലൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കണം. സുരേഷ് ജിക്ക് മാത്രമല്ല, ഇവിടെ ഏറ്റവും നല്ല ഇവിടെ തന്നെ എടുത്തിട്ട് നല്ലൊരു കമ്മിറ്റി ആക്കാം. നല്ല കുറച്ച് ബോർഡുകളെ കാര്യങ്ങൾ കണ്ണൂർ ടൗണിലൊക്കെ വെക്കാം. ആദ്യമേ രജിസ്ട്രേഷൻ എടുക്കണം. രജിസ്ട്രേഷൻ എടുത്ത കുട്ടിയൊക്കെ കൊടുക്കാൻ പാടും, താല്പര്യമുള്ള. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണം? സുരേഷ് ജിയുടെ കയ്യിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. എൻ്റെ കുട്ടികളുണ്ട്, എൻ്റെ മോൻ്റെ മോളുണ്ട്, എൻ്റെ കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? നിങ്ങൾ രജിസ്ട്രേഷൻ ഇപ്പോഴേ എന്ത് ചെയ്യണം? പ്രീ രജിസ്റ്റർ ഒന്നത് നോക്കണം. ഒരു രജിസ്റ്ററൊക്കെ വാങ്ങിയിട്ട് അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്യണം. 50 കുട്ടികളെ പ്രവേശിപ്പിക്കുന്ന ഒരു ബാച്ചിൽ ചെയ്യാൻ പാടും. ഫുള്ളായിട്ട് എന്താണ് അവർക്കത് പുസ്തകം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വളരെ മനോഹരമായിട്ട്. ഞാനതാ പറഞ്ഞത്, കുട്ടികൾ നമ്മളിപ്പം ഒരു 5 വർഷം നടത്തിയ ബാച്ചുണ്ട് സ്ഥലത്ത്, നെടിയങ്ങ ശ്രീകണ്ഠാപുരത്തൊക്കെ. അവരൊക്കെ അതിന് വെയിറ്റ് ചെയ്യണം കുട്ടികൾ. ഈ വർഷം വേണമെന്നുണ്ട്. അപ്പൊ പല സ്ഥലത്തും നമുക്കിപ്പം കോൾ വരുന്നുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് രസം അറിയോ? അവര് ചൊല്ലുന്ന എന്ത് മനോഹരമായിട്ടാ ചൊല്ലുന്നേ അറിയോ? ചൊല്ലിക്കൊടുക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് പഠിച്ചു വരികയാണ് അവര്. പിറ്റത്തെ ദിവസത്തേക്ക് അവരിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്.
പഠിച്ചിട്ടിങ്ങനെ വരുവാണ് അവര്, വളരെ രസകരമായിട്ട്. നോക്കൂ, അപ്പോ കുട്ടികൾക്ക് ക്രീഡ, ബാലസ്താവത് ക്രീഡാസക്ത, സമയേ ഇല്ല ഇല്ല, കളി കളി കളി. ഇന്ന് പഠിക്കാനാണെങ്കിൽ ട്യൂഷൻ അത് ഇത് ഒക്കെ കൊടുത്തോളൂ, എല്ലാം ചെയ്തോളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ വലിയ കല്ലെന്ത് ചെയ്യണം, കുട്ടികളിലേക്ക് നമ്മൾ ഒരു വലിയ കല്ലുണ്ട് നമ്മൾ കൊടുക്കണം. അതെന്താണ്, നമ്മുടെ ഈ ശക്തി, ഈ ഒരു ഭക്തി മാർഗം കൊടുക്കണം. തരുണസ്താവത്, കുറച്ച് വലുതായാലോ, അഡൽട്ടായാലോ, തരുണീസക്ത, അവർ ഭയങ്കരമായിട്ട് എന്താണ്, മറ്റു പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്, പല പല കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡ് ആണ്. എന്നാൽ കുറച്ചുകൂടി വയസ്സായാലോ, എന്താ ചിന്ത, എന്താ പ്രശ്നം, എന്താ ചിന്തകളാണ്. ആണോ അല്ലയോ? എത്രയാ ചിന്ത, ആണോ അല്ലയോ? ആണോ അല്ലയോ? എന്നോട് പറയൂ, ആ ചിന്തകൾ നല്ല ചിന്തയാണോ ഉള്ളത് കൂടുതൽ? ഇതേപോലെ പോക്ക് കാണുമ്പോ തന്നെ ഇതാണ്, എന്റെ അവസ്ഥ എന്താവും അമ്മപ്പാ. ഒരമ്മ പറഞ്ഞത് എന്നെ കിടത്താണ്ട് കൊണ്ടുപോകണേന്നോ. ഞാൻ പറഞ്ഞു, എങ്ങനെയായിട്ട് നിങ്ങളെ കിടത്താൻ ആളുണ്ടാവും, ഇരുത്തിയിട്ട് എന്തായാലും കൊണ്ടുപോകില്ല, പിടിച്ചിട്ട് കിടത്തി ഊച്ചറാക. അതിനുള്ള 4 എണ്ണം കൊടുത്താലും ആൾക്കാർ വരും, കൊടുത്താലേ ഇല്ലു ഇട്ടാ, നേരാമണ്ണൊന്നും ഇല്ല ആൾക്കാർ ഉണ്ടാവില്ല ആ സമയത്ത്. നോക്കൂ, എങ്ങനെയും കിടത്ത്. പക്ഷെ എന്ത് ചെയ്യണം, ഒരു അരങ്ങായിട്ട് കിടക്കാൻ പറ്റണം. വൃദ്ധസ്ഥാവത് ചിന്താഭഗ്ന, ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ എന്ന് പറയാം. അനാവശ്യമായിട്ടുള്ള ഇങ്ങനെ തോട്ട്സ്, ഇങ്ങനെ ഡെലൂഷനും അൽഷിമേഴ്സും ഇതൊക്കെ വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് വരികയാണ്. ഡിപ്രഷൻ പേഷ്യന്റ് എത്രയാണെന്നറിയോ? അതിന്റെ എണ്ണം വളരെ കൂടെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഡിപ്രഷൻ പേഷ്യൻസ് കൂടുന്നത്. നിങ്ങൾക്കിപ്പം ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഏറ്റവും വിഷമമുള്ളത് സൈക്കാട്രിക് പേഷ്യൻസിന്. നല്ല സൈക്കാട്രിസ്റ്റിന് എടുക്കാം. അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ 1 മാസം മുമ്പ് വിളിച്ചാൽ കിട്ടൂല. കേരളത്തിൽ അത്രയും ഡിപ്രഷൻ പേഷ്യൻസ് കൂടുന്നു. എന്തുകൊണ്ട്? ചിന്താസക്ത, ചിന്തയാണ് ചിത. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്ന വെച്ചാൽ ചിതായാശ്ച ചിന്തായാശ്ച ബിന്ദു മാത്രം വിശിഷ്യതേ. ചിതാ ദഹതി നിർജീവം, ചിന്താ ദഹതി ജീവനം. ചിതയും ചിന്തയും തമ്മിൽ ഒരു കുത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്താ കുത്ത്? ചിതേന്റെ മുകളിൽ ഒരു കുത്തിട്ട് എന്തായി? ചിന്തയായി. ചിത ജീവനുള്ള ശരീരത്തെ, അല്ലെ മരിച്ച ശരീരത്തെ കത്തിക്കുന്നു. എന്നാൽ ഇങ്ങനെ ജീവിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ പോകുന്ന ആൾക്കാരെ ഇങ്ങനെ കാണുന്നു, ഏതോ ഒരു ഇങ്ങനെ പോകുന്ന ആൾക്കാരെ ഇന്നിപ്പോ കാണുന്നത് അല്ലെ. ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ എന്തായിരിക്കും അപ്പാ അല്ലാണല്ലോ. ഇങ്ങനെ എന്തെന്നാ ചിന്തിക്കുന്നത്? ഈ വെള്ളം കൊടുക്കുന്ന ഈ മോണ്ടോള് എനിക്ക് ഈ അടുത്തുള്ള മോൻ്റോളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നേ? ഏടിയോ ഉള്ള ഒരു ഉപകാരമില്ലാത്ത മോളോട് കുറ്റം പറയുന്നത് ആണോ അല്ലേ? ഒരു ഗുണമില്ലാത്ത ആ മോളോടാണ് ഇങ്ങനെ വിളിച്ചിട്ട് ഇവളാണ് പിന്നെ കൊടുക്കുന്നത്. ഒരു ഗുണമില്ലാത്ത ഏടിയുമില്ല മോള്. ആ മോള് സ്ക്രൂ കയറ്റി കൊടുക്കുകയും ചെയ്യും. അമ്മയെ കൊടുക്കല്ലേ, എനക്കെന്നെ തരണേ, എന്റെ ആ സ്വത്തം കൊടുത്ത എനക്കെന്നെ ഓൺ അടിച്ച് വാങ്ങുകയും ചെയ്യും. ആ 2000 രൂപ കിട്ടുന്ന അതും കൂടി ഒക്കന്നെ ഓളെ മോള് വന്ന അത് കൊടുത്തു. ആണോ ഇല്ലയോ? നോക്കൂ, ആ മോളെ സ്നേഹിക്കോ. ഇതാണ് മോള്. മറ്റോള് എന്ത് മോള്? മകന്റെ ഭാര്യയല്ല ഇത്. ഇതാണ് ഈ വെള്ളം തരുന്ന ഓളെല്ലാ ദിവസവും എന്ത് ചെയ്യണം? പൂജിക്കണം. എന്താണ്? മോളെ നീ ഉള്ളത് കൊണ്ടാണ് എനിക്ക് വെള്ളം കിട്ടുന്നത്. എന്താ ഒരു വെള്ളം കൊണ്ട് തരുന്നുണ്ടല്ലപ്പാ നീ. ഇത് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി അസുഖം വരുത്തുവാണ്. ആണോ അല്ലയോ? ഭഗവാൻ ഇത് എത്ര വർഷം മുമ്പ്, 1200 വർഷം മുമ്പ് പറഞ്ഞതാണ്. വൃദ്ധസ്ഥാവത് ചിന്താസക്ത. എടോ പരമേ ബ്രഹ്മണി കോപിനസക്ത. ഒരു ചോദ്യമാണ്, നിനക്ക് എപ്പോഴാ ചിന്തിക്കാൻ സമയം? ICU കിടക്കുമ്പോഴോ? നമ്മളെ വിചാരം അജാമിളിന്റെ ഒരു കഥയാണ്. ഭാഗവതത്തിലെ ഉച്ചക്ക് ചോറിന്റെ സമയത്ത് മാത്രം പോയാക്കും അജാമിളിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും.
അജാമിളൻ അവസാനം പ്രാർത്ഥിച്ചു, നാരായണ വിളിച്ചു. വരുമൊന്നുമില്ല, നാരായണ എന്ന് ഒരു ഒച്ചയും വരൂല. നമ്മൾ പറയും മഹാത്മാഗാന്ധി രാമ രാമ ഹേ റാം ഹേ റാം എന്ന് വിളിച്ചില്ലേ എന്ന്. എന്തുകൊണ്ട് മഹാത്മാഗാന്ധി വിളിച്ചു വിചാരിക്കണം? 18 മന്ത്രങ്ങളുള്ള ഈശാവാസ്യ ഉപനിഷത്ത് നിത്യവും ചൊല്ലും. ഭഗവത്ഗീത തന്റെ അമ്പയായിട്ട് എന്നും നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകും ഏത് സമ്മേളനത്തിലും. മഹാത്മാഗാന്ധിജി ഏത് സമയത്തും മതി, എനിക്ക് ഏത് വെടിയുണ്ടെയും ഏത് ബ്രിട്ടീഷുകാരുടെ എന്തിനേയും പേടിയില്ലാത്തത് ഈ ഗീതയാകുന്ന അമ്മ നൽകുന്ന ധൈര്യമാണ്. ആ മുറിക്കുപ്പായം ഇട്ടിട്ട് ലോകത്ത് എവിടെ പോയിട്ട് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തെ മെട്ടി വിറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏതിന്റെ ശക്തിയാ? ആ ഉണങ്ങിയ മനുഷ്യന്റെ ശരീരമല്ല, അദ്ദേഹം ചിന്തിക്കുന്ന ആ ഭഗവത്ഗീതയുടെ ശക്തിയാ. ആണോ അല്ലയോ? ആ ഈശാവാസ്യ ഉപനിഷത്തിന്റെ ശക്തിയാണ്. ആ ശക്തിയിലാണ് എത്രയോ, ഏകദേശം ഒരു വലിയ വലിയ സദസ്സിനെ 5ഉം 6ഉം വേദിയിൽ 10,000ങ്ങളോട് അദ്ദേഹം സംസാരിക്കേണ്ടി വരും. ഇൻ ദ സോ ബിസി ഷെഡ്യൂൾ അദ്ദേഹം ഒരിക്കലും തന്റെ ഈ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. ആണോ അല്ലയോ? ഞാൻ കഴിഞ്ഞ ദിവസം അത്രയും തിരക്കുള്ള ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒരു 3 മണിക്കൂറെങ്കിലും ഞാൻ പ്രാർത്ഥനക്കും വായനക്കായിട്ട് ഉപയോഗിക്കുന്നു. ആണോ അല്ലയോ? നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും തിരക്ക് പിടിച്ച ആൾക്കാർ എടുത്തു നോക്കിക്കോ. അവരൊക്കെ നന്നായിട്ട് നമ്മളെ ശാസ്ത്രങ്ങൾ ഭാഗവതവും അല്ലേ, ഈ ശ്രീധരൻ സാറിനെയൊക്കെ നിങ്ങൾ എടുത്തൊന്ന് നോക്കണം. അദ്ദേഹം 4 മണിക്ക് മുമ്പ് എഴുന്നേക്കും, എന്നിട്ട് ഭാഗവതം എപ്പോഴും വായിക്കും. അദ്ദേഹത്തിന്റെ എന്താണ് അവിടെ ക്ഷേത്രത്തിൽ സപ്താഹം നടത്താൻ പോകുന്ന എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം എന്ത് മനോഹരമായിട്ട് ഇതൊക്കെ ചെയ്യുന്നേ അറിയോ? എത്ര വലിയ ബിസിനസ്സുകാരും എത്ര വലിയ നിലകളിലുള്ള ആൾക്കാരും ഇതിന് ഒത്തിരി സമയം കണ്ടെത്താറുണ്ട്. സമയമുണ്ട്, പക്ഷെ നമ്മൾ എന്തില്ല, നമ്മളെ ശ്രദ്ധയുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഒരു ചോദ്യമാണ് എപ്പോഴാണ് എന്നുള്ളതാണ്, നമ്മളോടുള്ള ചോദ്യമാണ്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി കരണേ. ഇന്ന് വീട്ടിലെത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നാളെ വരുമ്പോഴേക്കും 1000 അല്ലെ 10,000 തവണയോ നിങ്ങൾ ഇഷ്ട മന്ത്രങ്ങൾ എന്ത് ചെയ്യണം? എന്താണോ നിങ്ങൾ ഇഷ്ട മന്ത്രങ്ങൾ അത് എത്ര തവണ ചൊല്ലി മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നുള്ളത് എന്ത് ചെയ്യണം? പറയണം. നാളെ എന്ത് ചെയ്യണം? ഇന്ന് ഈ ശ്ലോകം നമ്മളെ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു 10 ആൾക്കാരെ മിനിമം വിളിക്കണം. ബിസി ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുമായിരിക്കും, എന്നാലും പറയണം. മനസ്സിലായോ? കുട്ടികളുള്ളവര്, മക്കളെയോ ആരോ ഇല്ലവര്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തിട്ട് പോകുമ്പോൾ അടിപൊളി സാധനം മേടിച്ചാൽ മറ്റേ കൊണ്ടുവരണം. ഇത് വലിയൊരു കാര്യമാണ്. ഇത് വല്ല കൊടുക്കാൻ സാധിക്കട്ടെ. എന്തായാലും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുന്നിൽ വളരെയധികം സന്തോഷം. എല്ലാവരുടെയും ആ ഒരു വലിയൊരു ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെയും കൂടി അല്ലേ, 2 ദിവസമല്ലേ, എല്ലാവരും നാളെ വരില്ലേ? ലാഭമുണ്ടോ? എല്ലാവർക്കും ഭയങ്കര ലാഭം. പോയി ദിവസം നോക്കാം, ലാഭമുണ്ടോ? ലാഭം തന്നെ, ഭഗവാൻ അടുത്ത് നാളെ പറയുന്നുണ്ട് ലാഭത്തിന്റെ കണക്ക്. കൊണ്ടാ പറഞ്ഞത്. അപ്പൊ അതിലേക്ക് നമുക്ക് നാളെ വളരെ രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്, അതിലേക്ക് ചിന്തിക്കാം. നമുക്ക് ഭഗവാന്റെ കാരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.